ഏറ്റവും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. ഇരിക്കാം. സന്തോഷമാണോ? മിടുക്കരാണല്ലോ. ഞങ്ങൾക്ക് സന്തോഷമാണ് എന്നൊന്ന് പറഞ്ഞേ. അങ്ങനെ പറയുന്നത് നല്ലതാണ്. ഞങ്ങൾക്ക് സന്തോഷമാണ് പറഞ്ഞേ. അങ്ങനെ പറഞ്ഞാൽ തന്നെ ഒരു സന്തോഷം വരും. പറയാവോ? ഞങ്ങൾക്ക് സന്തോഷമാണോ? അങ്ങനെ പറയണം. അങ്ങനെ 10 പ്രാവശ്യം പറഞ്ഞാൽ ഒരു സന്തോഷം ഇല്ലേലും ഇവിടുന്ന് ഒരു സന്തോഷം വരും. സിസ്റ്റർമാർ പണങ്ങി പോയോ ഇന്നലെ? ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയും നമ്മളിൽ വിശ്വാസം ആഴപ്പെടുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഭയവും നിരാശകളും നാണക്കേടുകളും ലജ്ജകളും എടുത്തു മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരാത്മീയ പരിശ്രമത്തിനാണ് നാം ഉദ്യമിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളിന്ന് കൂടുതൽ ആമുഖങ്ങളുടെ ആവശ്യമില്ല. എന്നല്ല ഞാൻ ആമുഖം പറഞ്ഞു, കാര്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് നമ്മളിന്ന് ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ദി എസെൻഷ്യൽ തിങ് ഇൻ ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും അടിയന്തിരമായ അത്യന്താപേക്ഷിതമായ ഒഴിവാക്കാനാവാത്ത, തള്ളിക്കളയാനാവാത്ത, വിട്ടുകളയാനാവാത്ത ആ കാര്യം, അതിനെക്കുറിച്ചാണ് പറയാൻ പോയത്. ഏതാണ് ആ കാര്യം? വിശ്വാസം. ഇവിടെയാണ് എല്ലാ കാര്യങ്ങളും വ്യത്യാസപ്പെടാൻ പോകുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതം ക്രിസ്തീയമായി പൂവണിയുന്നത് ആ വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ചാണ് വ്യക്തത വരുത്തേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആമുഖമെല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞു, അത് വീണ്ടും ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കിന്ന് വിശ്വാസത്തിലേക്ക് കടക്കാം. എബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം തിരുവചനം എടുത്ത് ഉച്ചത്തിൽ വായിക്കുക. എബ്രായ ലേഖനം, ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 6. എബ്രായ ലേഖനം 11:6. അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. കൊള്ളാമല്ലോ, ഇന്ന് മാനസാന്തരപ്പെട്ടല്ലോ എല്ലാവരും. വളരെ നന്നായിട്ടുണ്ട്. വായിച്ചോളുക. അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. അടുത്ത വാക്യം, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. എന്നൂടെ പറയാവോ? വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. എന്നൂടെ പറയാവോ? വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക. അതായത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റണമെങ്കിൽ ദ തിങ് വിച്ച് പ്ലീസസ് ഗോഡ്, ദ തിങ്, ദ റിയാലിറ്റി which pleases God is nothing other than faith. വിശ്വാസമില്ലാതെ ആർക്കും വേറെ എന്തെല്ലാം. നമുക്ക് ചില പരമ്പരാഗത ധാരണകളുണ്ട്. കുറേ മെഴുകുതിരി കത്തിച്ചാൽ ദൈവം പ്രസാദിക്കും, കുറേ ആദിവിധം ചെയ്താൽ ദൈവം പ്രസാദിക്കും. ഇതൊക്കെ മതബോധമാണ്, അതല്ല ആത്മീയത. ഒരിക്കൽ യേശുവിനോട് ഈ പ്രമാദമായ ചോദ്യം ചോദിച്ചു യഹൂദന്മാർ. അവർ ചോദിച്ചു, എന്താണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി? ചോദിച്ചെവിടെന്നറിയാമോ? യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ. വായിക്കാതെ നമുക്ക് എബ്രായർ 11 തിരിച്ചു വരണം.
ഏതെങ്കിലും ഒരു വിരൽ ഇവിടെ വെച്ചേരും, ബാക്കി വിരൽ കൊണ്ട് മറ്റേതിടും. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം. പ്രമാദമായ ഒരു ചോദ്യം യേശുവിനോട് യഹൂദന്മാർ ചോദിക്കുകയാണ്. 6-ാം അധ്യായം. അത് ചോദിച്ചതിൻ്റെ പശ്ചാത്തലം അറിയണമെങ്കിൽ 25 മുതൽ വായിക്കണം. കടലിൻ്റെ മറുകരയിൽ യേശുവിനെ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തോട് എന്താണ് ആവശ്യപ്പെടേണ്ടത് എന്നറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം ലഭിക്കും. ഞാൻ എന്താ പറഞ്ഞേ? എനിക്ക് അമ്നേഷ്യയുണ്ട്, ഞാൻ മറന്നുപോയി. എന്താണ്? ദൈവത്തോട് ആവശ്യപ്പെടേണ്ടത് എന്താണെന്നറിഞ്ഞ് അത് ആവശ്യപ്പെട്ടാൽ ആവശ്യമുള്ളതെല്ലാം ലഭിക്കും. മനസ്സിലാവുന്നുണ്ടോ? ചോദിക്കേണ്ടത് ചോദിച്ചാൽ ചോദിക്കാത്തത് കൂടി കിട്ടും. അതാണ് ഒരു ആത്മീയ തത്വം. ചോദിക്കേണ്ടത്. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ? ചോദിക്കേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചത് പലതും കിട്ടിയിട്ടില്ല. ഒരു ആത്മീയ തത്വം ഇതാണ്, ചോദിക്കേണ്ടത് ചോദിച്ചാൽ ചോദിക്കാത്തതുകൂടെ കിട്ടും. തെളിവുണ്ട് ബൈബിളിൽ. ഇനി ഇവിടുന്ന് അടുത്തതിലേക്ക് പോകണം, ഇവിടെ തിരിച്ചു വരണം. അവിടെ വേറൊരിടത്തുനിന്ന് ഇങ്ങോട്ട് വന്നേ കേട്ടോ, മറന്നു വരുത്, വന്ന വഴി മറക്കരുത്. അപ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സോളമൻ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം. 1 രാജാക്കന്മാർ 3-ാം അധ്യായം. 1 രാജാക്കന്മാർ 3-ാം അധ്യായം. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 3 വായിക്കാം. 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഒരിക്കൽ രാജാവ് ബലിയർപ്പിക്കാൻ മുഖ്യ പൂജാഗിരിയായ ഗിബയോനിലേക്ക് പോയി. പൂജാഗിരി എന്ന് പറഞ്ഞാൽ പൂജ നടത്തുന്ന മല, ബലി നടത്തുന്ന മല എന്നാണ് പൂജാഗിരി. വായിക്കാം. ഒരിക്കൽ രാജാവ് ബലിയർപ്പിക്കാൻ മുഖ്യ പൂജാഗിരിയായ ഗിബയോനിലേക്ക് പോയി. ആ ബലിപീഠത്തിൽ അവൻ 1000 ദഹനബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വച്ച് രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദൈവം അവനോട് അരുളി ചെയ്തു, നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞുകൊള്ളുക. അവൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് പശ്ചാത്തലം. 1000 ദഹനബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്ന ഗിബയോനിലെ പൂജാഗിരിയിൽ വെച്ച് ദൈവമായ കർത്താവ് സ്വപ്നത്തിൽ സോളമന് പ്രത്യക്ഷനായി. അവനോട് ചോദിച്ചു, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചുകൊള്ളുക. അപ്പം സോളമൻ ചോദിച്ചത് എന്താണ്? അവൻ ചോദിച്ചത് ഇങ്ങനെയാണ്. 9-ാമത്തെ വാക്യം. എല്ലാം വായിക്കണ്ട, 9-ാമത്തെ വാക്യം വായിക്കാം. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിവുണ്ട്? അവൻ പറയാണ്, ദൈവമേ, കേവലം ഒരു ബാലനായിരുന്നിട്ട് പോലും ദാവീദിലൂടെ നീ തിരഞ്ഞെടുത്ത് ഒരു വലിയ മഹാജനതയാക്കി മാറ്റിയ ഇസ്രായേലിനെ ഭരിക്കാൻ ഒരു ബാലനായിരുന്ന എന്നെ നീ ഇതാ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? അടുത്ത വാക്യം. ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോകുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. ശ്രദ്ധിച്ച് കേൾക്കണേ. നന്മയും തിന്മയും വേർതിരിച്ചറിഞ്ഞ് ഈ ജനത്തെ ഭരിക്കാനുള്ള ജ്ഞാനം, വിവേകം, ആലോചന എനിക്ക് തരണേ. ദൈവമേ, നീ പറയുന്ന നിന്റെ ഹിതം മനസ്സിലാക്കാനുള്ള കഴിവ്. ഇത് ശരിക്കും ഇതിൻ്റെ ഹെബ്രായ റൂട്ടിലേക്ക് പോയാൽ ഈ വിവേകം എന്നതിന് ശരിക്കും അതിൻ്റെ ഒറിജിനൽ എങ്ങനെയാണെന്നറിയാമോ? ലിസണിങ് ഹാർട്ട് എന്നാണ്. എനിക്ക് കേൾക്കുന്ന ഒരു ഹൃദയം തരണേ എന്നാണ് അക്ഷരാർത്ഥത്തിൽ സോളമൻ ചോദിച്ചത്. കേൾക്കുന്ന ഒരു ഹൃദയം. ആ വാക്കൊന്ന് പറഞ്ഞേ. കേൾക്കുന്ന ഒരു ഹൃദയം, ലിസണിങ് ഹാർട്ട്. കേൾക്കാൻ പറ്റുന്ന ഒരു ഹൃദയം. ആരെ കേൾക്കാൻ പറ്റുന്ന? തമ്പുരാനെ, ഈ ജനത്തെ ഭരിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. കടലിരമ്പം പോലെ, കടൽ തീരത്തെ മണൽത്തരി പോലെ പെരുകി വർദ്ധിച്ചിരിക്കുന്ന ഈ മഹാജനത്തെ ഭരിക്കാൻ പോകുന്ന വിവേകം എനിക്കില്ല. അതുകൊണ്ട് ദൈവമേ, നിന്റെ ഹിതം എന്താണെന്നറിഞ്ഞ് അത് കേട്ട് ഈ ജനത്തെ ഭരിക്കാനുള്ള ജ്ഞാനം തരണേ. ഗിവ് മീ എ ലിസണിങ് ഹാർട്ട്. അപ്പോൾ ഇതാണ് സോളമൻ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ സോളമൻ്റെ ഈ അപേക്ഷ ദൈവത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെയാണോ? അന്ന് വായിച്ചേ. സോളമൻ്റെ ഈ അപേക്ഷ
കർത്താവിന് പ്രീതികരമായി. അടുത്ത വാക്യം, അവിടുന്ന് അവനോട് അരുളി ചെയ്തു, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിന് വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഈ കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല, ആരും ഉണ്ടാവുകയുമില്ല. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുകയാണ്, ചോദിച്ചത് ഞാൻ നിനക്ക് തരുന്നു. കണ്ടോ, ചോദിക്കേണ്ടത് ചോദിച്ചാൽ ചോദിച്ചത് കിട്ടും. ചോദിക്കേണ്ട ചോദിക്കണം. നമുക്ക് പറ്റി, എനിക്ക് നിങ്ങൾക്കും പറ്റി എന്താ, നമ്മൾ വേണ്ടാത്തെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊന്നും കിട്ടുന്നുമില്ല. നമ്മുടെ വിശ്വാസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സോളമൻ എന്ത് ചെയ്തു? ശരിക്കും ദൈവം ആഗ്രഹിച്ചത് ചോദിച്ചു. ചോദിച്ചപ്പോൾ ദൈവം പറയാണ്, നീ അത് ചോദിച്ചത് ഞാൻ നിനക്ക് ഇഷ്ടം പോലെ തരിക. അടുത്ത വാക്യം, മാത്രമല്ല, വാക്യം 13 വായിച്ചേ. മാത്രമല്ല, അതാണ്, നീ ചോദിക്കാത്തത് കൂടി ഞാൻ നിനക്ക് തരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ചോദിക്കേണ്ടത് ചോദിച്ചാൽ ചോദിക്കാത്തത് കൂടി തരാം. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. നീ ചോദിക്കാത്തത് കൂടി ഞാൻ നിനക്ക് തരുന്നു. അടുത്ത വാക്യം, നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനുമില്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും. അതയാൾ ചോദിച്ചിട്ടില്ല. പണം ഉണ്ടാവണമെന്ന് അയാൾ ചോദിച്ചിട്ടില്ല. എനിക്ക് മഹത്വം തരണമെന്ന് അയാൾ ചോദിച്ചിട്ടില്ല. പക്ഷെ ദൈവം പറയുകയാണ്, നീ എന്നെ കേൾക്കാൻ പറ്റുന്നൊരു ഹൃദയം ചോദിച്ചതുകൊണ്ട്, നീ ജനത്തെ ഭരിക്കാൻ പോകുന്ന ദൈവഗതം തിരിച്ചറിയാനുള്ള ജ്ഞാനം ചോദിച്ചതുകൊണ്ട്, നീ ആത്മീയ കാര്യങ്ങൾ ചോദിച്ചതുകൊണ്ട്, നീ നിലനിൽക്കുന്ന കാര്യങ്ങൾ ചോദിച്ചതുകൊണ്ട്, നീ ഹൃദയത്തിന് ഇണങ്ങിയ കാര്യങ്ങൾ ചോദിച്ചതുകൊണ്ട്, നീ ചോദിക്കാത്തത് കൂടി ഞാൻ നിനക്ക് തരുന്നു. ഇതാണ് മത്തായി 6:33 പറഞ്ഞത്. ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കി എല്ലാം തരാന്ന് പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലാക്കിയിരിക്കണം. അതായത് ചോദിക്കേണ്ടത് ചോദിച്ചാൽ ചോദിക്കാത്തതെല്ലാം ദൈവം തരും. സമയമില്ല, അല്ലെങ്കിൽ ഞാൻ പറയാമായിരുന്നു. എന്തറിയോ, നമ്മുടെ ഒരുപാട് സമയം പോകുന്നത് ആ പ്രാർത്ഥന, ഈ പ്രാർത്ഥന, അവിടുന്ന് ആ ധ്യാനകേന്ദ്രത്തിൽ പോയപ്പോൾ വാങ്ങിച്ച പ്രാർത്ഥനാ പുസ്തകം, ഈ ധ്യാനകേന്ദ്രത്തിൽ വാങ്ങിച്ച പ്രാർത്ഥനാ പുസ്തകം, അവിടുന്ന് വാങ്ങിച്ചത്, വേളാങ്കണ്ണി പോയപ്പോൾ കിട്ടിയത്, വഴിയെ കടന്ന് കിട്ടിയത്, ട്രെയിനെ വെച്ച് കിട്ടിയത്, ഇങ്ങനെ വീട്ടിൽ ഇഷ്ടം പോലെ പ്രാർത്ഥനാ പുസ്തകങ്ങളുണ്ട്. സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകൾക്ക് പുറമേയുള്ള പ്രാർത്ഥനാ പുസ്തകങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ എടുത്ത് വൈകുന്നേരം 4:30 തുടങ്ങുന്നതാണ്. തീരുമ്പോൾ ഒരു 10:45, 11 ആവും. നമ്മുടെ മക്കളും യുവതിയുവാക്കന്മാരും പല വീടുകളിലും കുടുംബ പ്രാർത്ഥന വെറുത്തത് ഇങ്ങനെയാണ്. എന്തെന്നറിയാം, 4:30 തുടങ്ങിയത് 10:45 തീരുന്നത്. എന്തോരം പ്രാർത്ഥനകൾ ചൊല്ലി 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 ചൊല്ലി. കാരണം അത് നടക്കാൻ ഈ പ്രാർത്ഥന, ഇത് നടക്കാൻ ഈ പ്രാർത്ഥന. ഞാൻ നിങ്ങളോട് കർത്താവിൻ്റെ ആൾത്താരിൽ നിന്നിട്ട് പറയുകയാണ്, എന്നെ വിശ്വസിച്ചോ. ഞാൻ കർത്താവിൻ്റെ ആൾത്താരിൽ നിന്നിട്ട് പറയുകയാണ്, ഒരൊറ്റ പ്രാർത്ഥന പോലും ഇങ്ങനെ ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി ചൊല്ലേണ്ടി വരില്ല എന്ന് എൻ്റെ ചോര കൊണ്ട് ഞാൻ എഴുതിത്തരാം. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒരു കാര്യം, ഒരു ഭൗതിക ആവശ്യത്തിന് വേണ്ടിയും ദൈവത്തോട് ഇങ്ങനെ കടന്ന് കേഴേണ്ട ആവശ്യമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ചോദിക്കേണ്ടത് ചോദിച്ചോ, അപ്പോൾ ബാക്കി എല്ലാം തരും. ആവശ്യമുള്ളതെല്ലാം തരും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. ഒരു കാര്യം, ആത്മീയ കാര്യങ്ങൾ, നിലനിൽക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ അതുകൊണ്ട് ദൈവത്തോട്, ഈശോയുടെ അടുത്തേക്ക് ഈ ജനങ്ങൾ ഓടി വരികയാണ്. കടലിൻ്റെ മറുകരയിൽ വെച്ച്, തിരിച്ചു വാ, യോഹന്നാൻ 6, കടലിൻ്റെ മറുകരയിൽ വെച്ച് അവനെ കണ്ടെത്തിയപ്പോൾ അവർ അവനോട് ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? നിങ്ങളെന്നോട് ചോദിക്കുകയാണ്, അച്ഛൻ തിരുവല്ലയിൽ എപ്പോൾ എത്തി? ഞാൻ എന്നാ മറുപടി പറയണ്ടേ? 5 മണിക്ക് എത്തി, 5:30 എത്തി, 6 മണിക്ക് എത്തി, 4:30 എത്തി, അതല്ലേ പറയണ്ടേ? അപ്പോൾ കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? കർത്താവിൻ്റെ മറുപടി എന്താണ്? വായിക്കേ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ട് അല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായത് കൊണ്ടാണ്. അതായത് ഈ ചോദിച്ചതല്ല കർത്താവ് കണ്ടത്, ഇവൻ്റെ മനസ്സിലിരുന്നതാണ്. അതാണ് ഈശോയുടെ പ്രത്യേകത. നമ്മൾ ചോദിക്കുന്ന എല്ലാവരും കാണും, നമ്മുടെ അകത്തിരിക്കുന്ന അവൻ കാണാൻ പറ്റും. അതുകൊണ്ട് ഈ ജനത്തിൻ്റെ അകത്ത് കിടക്കുന്ന എന്താണ്, അവർക്ക് മരുഭൂമിയിൽ വെച്ച് അവർ വിശന്ന് വലഞ്ഞപ്പോൾ അവർക്ക് ഈശോ ഭക്ഷണം കൊടുത്തു, അപ്പം കൊടുത്തു. അപ്പോൾ ഇപ്പോഴും അവൻ അപ്പം തരും എന്ന് വിചാരിച്ചാണ് ഇവർ വന്നിരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ കൂടുതൽ കുശലാന്വേഷണം ഒന്നും നടത്തണ്ട. നിങ്ങൾ ചോദിച്ചെന്താന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളല്ലാതെ ഞാൻ എപ്പോൾ വന്നെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചൊന്നുമല്ല ഇത്. അല്ലാതെ ഞാൻ എങ്ങനെ വന്നെന്നുള്ള ടെൻഷൻ കൊണ്ട് ചോദിച്ചൊന്നുമല്ല. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ്? നിങ്ങൾ അപ്പം തിന്നാൻ വേണ്ടി വന്നതാണ്. കർത്താവ് പറയാണ്, നിങ്ങൾ അടയാളങ്ങൾ കണ്ട് വിശ്വസിച്ചത് കൊണ്ടല്ല, മറിച്ച് പിന്നെന്താ? അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്. എന്നിട്ട് ഈശോ കൂട്ടിച്ചേർക്കുകയാണ്, പറഞ്ഞേ, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. കാരണം പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കും. അപ്പോൾ ഈശോ പറയാണ്, അധ്വാനിക്കേണ്ടത് ഇതിനു വേണ്ടിയിട്ടല്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? അധ്വാനിക്കേണ്ടത് ഇതിനു വേണ്ടിയിട്ടല്ല. പിന്നെ എന്തിനു വേണ്ടി അധ്വാനിക്കേണ്ടത്? നശിച്ചു പോകാത്ത കാര്യത്തിന് വേണ്ടി ടെൻഷൻ അടിക്കുക, നശിച്ചു പോകാത്ത കാര്യത്തിന് വേണ്ടി ആകുലപ്പെട്. ആത്മാവ് രക്ഷപ്പെടുമോ എന്ന് ആലോചിക്കേ, നിലനിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേ, ദൈവമേ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപ ചോദിക്കേ, ഈശോയെ കൂടുതൽ സ്നേഹിക്കാനുള്ള കൃപ ചോദിക്കേ, ദൈവത്തെ അറിയാനുള്ള ആഗ്രഹം വർദ്ധിക്കാൻ പ്രാർത്ഥിക്കാൻ കുറേ നേരം കർത്താവിൻ്റെ അടുത്ത സമയം ചെലവഴിക്കാൻ കൃപ. അപ്പം ഇങ്ങനെ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചോദിക്കേ, അതിനുവേണ്ടി അധ്വാനിക്കേ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവർ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, എന്താണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി? പറഞ്ഞ അടുത്ത വാക്യം വായിച്ചേ. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് നോക്ക്. അവർ ചോദിച്ച ചോദ്യം ഇതാണ്, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാം ഒരു കാര്യം, ഈ മനുഷ്യൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ നമ്മുടെ അടുത്തൊക്കെ ആളുകൾ, എൻ്റെ അടുത്ത് അച്ഛന്മാരുടെ അടുത്തൊക്കെ ആളുകൾ പ്രാർത്ഥിക്കാൻ വരുമല്ലോ. വരുമ്പോൾ ഒരു പ്രയാസം പറഞ്ഞപ്പോൾ ധൈര്യമായിട്ടിരിക്കേ, ഈശോ ഇടപെടും, പൊക്കോ എന്ന് പറഞ്ഞാൽ അവർക്കൊരു സമാധാനമില്ല. സമാധാനം പറയണത് എന്തെന്നറിയാമോ? ഒരു കാര്യം ചെയ്യുക, വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് മുട്ടയിൽ നിന്ന് ഒരു കുരിശൻ്റെ വഴി ചൊല്ല്. എത്ര ദിവസത്തേക്ക്? ഒരു 50 ദിവസത്തേക്ക്. സമാധാനമായി. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. മനസ്സിലായോ? എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ധൈര്യമായിട്ട് വെക്കോ, കർത്താവ് സഹായിക്കും, വിശ്വസിച്ചോ എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. എന്തോ ചെയ്യണം, ചെയ്താലേ ഒരു ഇത് ഈ വീണുപോയ മനുഷ്യപ്രകൃതിയുടെ ഒരു സ്വഭാവമാണ്. മനസ്സിലായോ? നമ്മൾ എന്തോ ചെയ്തിട്ടാണ് ഇതെല്ലാം കിട്ടിയതെന്നാണ് നമ്മുടെ ധാരണ. അത് തിരുത്തുന്ന പുസ്തകത്തിൻ്റെ പേരാണ് സുവിശേഷം. വിശ്വാസം വഴി കൃപയാലാണ് നീ രക്ഷിക്കപ്പെട്ടത്. അത് നിന്റെ പ്രവൃത്തിയുടെ ഫലമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? എന്തോ ചെയ്തിട്ടല്ല ഇത് കിട്ടിയത്, ഫ്രീ ആണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നും ചെയ്തിട്ടല്ല. അപ്പോൾ ഉടനെ ഇവർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? എന്താ ചെയ്യണ്ടേ? കർത്താവിന് ഉത്തരം കൊടുത്തതെന്നറിയാം. നിങ്ങൾ ആ മലയിൽ കയറി 100 പ്രാവശ്യം ഉരുള്, ആ കല്ലെടുത്തുകൊണ്ട് പോ, അല്ലെങ്കിൽ അതെടുത്തുകൊണ്ട് ഒരു 100 കിലോ വെയിറ്റ് എടുത്തുകൊണ്ട് അവിടം വരെ പോ. ഇതൊന്നും പറഞ്ഞില്ല. അവർ ചോദിച്ചു, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ മറുപടി ഇതാണ്, ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഞങ്ങളെന്നാ ചെയ്യണമെന്ന് ചോദിച്ചേ. ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. എൻ്റെ നാടൻ ഭാഷ പറയട്ടെ, ഒരു പിണ്ണാക്കം ചെയ്യണ്ടെന്ന് പറഞ്ഞു. എന്നാ ചെയ്യേണ്ടതെന്നറിയാം? നീ ഒരു പിണ്ണാക്കം ചെയ്യണ്ട. എന്നാ ചെയ്താൽ മതി? നീ നിന്റെ മുമ്പിൽ നിൽക്കുന്ന എന്നെ ഒന്ന് വിശ്വസിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഇത് കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. അതാണ് ഹെബ്രായർ. തിരിച്ചു വാ, ഒരു വിരൽ അവിടെ വെച്ചേക്കുക. തിരിച്ചു വാ. എവിടെ? ഹെബ്രായർ 11:6. ഹെബ്രായർ 11:6. അല്ലാതെ നമ്മളേതാണ്ട് ചെയ്യുന്നതല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് വിശ്വാസമാണ്. വിശ്വാസം വായിച്ചേ. അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. വായിക്കേ. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. അപ്പൊ ഇനി അടുത്ത കാര്യം, അടുത്ത വാക്യത്തിൽ പറയുകയാണ് എന്താണ് വിശ്വസിക്കേണ്ടത്. വായിക്കേ.
ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നവർ, ദൈവത്തെ നമ്പുന്നവർ, ദൈവത്തെ വിശ്വസിക്കുന്നവർ, ദൈവത്തിൽ ശരണപ്പെടുന്നവർ അവരെന്ത് ചെയ്യണം? എന്താ വിശ്വസിക്കേണ്ടത്? ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. അപ്പൊ ഇവിടെ പറയുകയാണ് ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പൊ എന്താണ് വിശ്വാസത്തിന്റെ ഓബ്ജക്റ്റ്? എന്താണ് ഒരാൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ഞാൻ അതിൻ്റെ അർത്ഥങ്ങൾ പല ലെയറിൽ പറയാൻ പോവാണ്. ആദ്യത്തെ ഏറ്റവും സിമ്പിളായ അർത്ഥം, ഒരാൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ അപ്പസ്തോലൻ പറയുകയാണ്, ഇവിടെ ഹെബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും നിങ്ങൾ വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്നും, ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും അങ്ങേ തേടുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. അപ്പൊ എന്താണ് വിശ്വാസത്തിന്റെ? വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ബൈബിളിൽ വിശ്വാസം എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങളിലുള്ള വിശ്വാസം എന്നതിനേക്കാൾ ഒരു വ്യക്തിയിലുള്ള വിശ്വാസമാണ്. ഒന്നാമത്തെ കാര്യം എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിശ്വസിക്കുക എന്നല്ല, മറിച്ച് ഒരു വ്യക്തിയിൽ വിശ്വസിക്കുക എന്നാണ്. നമ്മുടെ ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് ബിലീവിങ് എ സെറ്റ് ഓഫ് ഡോക്ട്രിൻ. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് ദ ബിലീഫ് ഇൻ ദ സം ടോട്ടൽ ഓഫ് എ ഡോഗ്മ ഓഫ് എ ഡോക്ട്രിൻ. ക്രിസ്തീയത എന്ന് പറയുന്നത് കുറേ വിശ്വാസ സത്യങ്ങളുടെ ആകത്തുകയിൽ വിശ്വസിക്കുന്നതല്ല. Christianity is encountering a person and that person is Jesus Christ. ദമാസ്കസിന്റെ നഗരകവാടത്തിൽ വെച്ച് സാവൂൾ കണ്ടുമുട്ടിയതുപോലെ ഉത്ഥിതനായ യേശുവിനെ കണ്ടുമുട്ടുന്നതിൻ്റെ പേരാണ് ക്രിസ്ത്യാനിറ്റി. യേശുവെന്ന വ്യക്തിയെ കണ്ടുമുട്ടുന്നതാണ് ക്രിസ്തീയ വിശ്വാസം. അപ്പോൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, ദൈവം ചെയ്ത കാര്യങ്ങളിൽ വിശ്വസിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി എന്താണ് നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം, എന്താണ് വിശ്വസിക്കുന്നത്? വിശ്വസിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്, ദൈവം നല്ലവനാണ്, ദൈവം കരുണാമയനാണ്, ദൈവം ആർദ്ര ഹൃദയനാണ്, ദൈവം പരിപാലിക്കുന്നവനാണ്, ദൈവത്തിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, കർത്താവ് എന്നെ അനുഗ്രഹിക്കും, അവിടുന്ന് എന്നെ നോക്കുന്നുണ്ട്, അവിടുത്തേക്ക് എന്നെ അറിയാം, എൻ്റെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു, അവിടുത്തെ ദൂതന്മാർ എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് എന്നെ സൂക്ഷിക്കുന്നു, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ എനിക്ക് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കുന്നു, എന്നെ തൊടുന്നവർ അവൻ്റെ കൃഷ്ണമണിയാണ് തൊടുന്നതെന്ന് അവൻ പറയുന്നു, അവൻ എനിക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടുന്നു, എൻ്റെ പാദങ്ങൾ ഇടറിപ്പോവാതിരിക്കാൻ എന്നെ കാത്തു പരിപാലിക്കുന്നു, എൻ്റെ കാലുകൾ മുള്ളു കൊള്ളാതിരിക്കാൻ അവിടുന്ന് കാത്തു പരിപാലിക്കുന്നു, ഞാൻ വീണാലും അത് മാരകമാവാതെ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ ശ്രദ്ധിക്കണം നിങ്ങൾ, ദൈവത്തിൻ്റെ നന്മയിലുള്ള വിശ്വാസം. ഫെയ്ത്ത് ഇൻ ഹിസ് ഗുഡ്നസ്, ഹിസ് റിലയബിലിറ്റി, ഹിസ് വിസ്ഡം, ഹിസ് മേഴ്സി, ഹിസ് ലവ്. നമ്മൾ ദൈവത്തിൻ്റെ നന്മയിൽ, അവൻ്റെ ആർദ്ര ഹൃദയത്തിൽ, അവിടുത്തെ കാരുണ്യത്തിൽ, അവിടുത്തെ സ്നേഹത്തിൽ, അവിടുത്തെ പരിപാലിക്കുന്ന ഹൃദയത്തിലുള്ള വിശ്വാസം. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദൈവം നല്ലവനാണ്. ഞാൻ കുറച്ച് വചനങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാം. ദൈവം നല്ലവനാണ്, ദൈവം നല്ലവനാണ്. എന്തെന്നറിയാം, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താൻ തകർക്കാൻ ശ്രമിച്ചത് എന്താ? ഈ ചിന്തയാണ്. ദൈവം നല്ലവൻ അല്ല, ദൈവം ഒരു സ്വേച്ഛാധിപതിയാണ്, ഏകാധിപതിയാണ്. ദൈവം ഒരു പരമാധികാരി, പ്രജകളെ പുഴുക്കളെ പോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഏകാധിപതി, സ്വേച്ഛാധിപതി. ഇതാണ് സാത്താൻ ആദ്യ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കൊത്തിവെക്കാൻ ശ്രമിച്ച, ഇഞ്ചക്റ്റ് ചെയ്യാൻ ശ്രമിച്ച തെറ്റായ ബോധ്യം. അപ്പോൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് ദൈവത്തിൻ്റെ നന്മയിലുള്ള വിശ്വാസം. പെട്ടെന്ന് ചില വചനങ്ങൾ വായിക്കാം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. പുറപ്പാട് 34:6. വെരി ഗുഡ്, വായിച്ചോ. അവിടുന്ന് ഇപ്രകാരം പുറപ്പെടും. എക്സോഡസ് 34:6 വായിച്ചേ.
അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ, എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും 3ഉം 4ഉം തലമുറയോളം ശിക്ഷിക്കുന്നവൻ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഒന്നുറക്കെ വായിച്ചേ. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. പറഞ്ഞേ ഹല്ലേലൂയാ. 1 ദിനവൃത്താന്തം 16:34. ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 16. 1 ദിനവൃത്താന്തം 16:34. 1 ദിനവൃത്താന്തം 16:34 വായിക്കാമോ? കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് എന്ന് പറഞ്ഞേ. അവിടുന്ന് നല്ലവനാണ്. പറ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം 11-ാം തിരുവചനം. എസ്രാ നെഹെമിയ. എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം. ഈ ദിനവൃത്താന്തം കഴിഞ്ഞ് മറിച്ചാൽ മതി, എസ്രാ കിട്ടും. എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. എസ്രായുടെ പുസ്തകം 3:11. അവർ കർത്താവിനെ പുകഴ്ത്തുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് സ്തുതിഗീതങ്ങൾ വചന പ്രതിവചനങ്ങളായി പാടി, കർത്താവ് നല്ലവനല്ലോ, ഇസ്രായേലിൻ്റെ നേരെയുള്ള അവിടുത്തെ സ്നേഹമെന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ അപ്പോൾ കർത്താവ് നല്ലവനല്ലോ, ദൈവത്തിൻ്റെ മക്കളുടെ നേരെയുള്ള അവിടുത്തെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. സങ്കീർത്തനം 25:8 വായിച്ചോ, നല്ലതാ അത്. സങ്കീർത്തനം 25:8. സങ്കീർത്തനങ്ങൾ സാംസ് 25:8. സങ്കീർത്തനങ്ങൾ 25:8 വായിച്ചോ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്, പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. സങ്കീർത്തനം 23:6. ആ പേജിൽ തന്നെ ഉണ്ട്. സങ്കീർത്തനം 23:6 വായിച്ചേ. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. അതൊന്നൊക്കെ പറഞ്ഞേ. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. എന്തൊക്കെയാണ് എന്നെ ജീവിതകാലം മുഴുവൻ അനുഗമിക്കുന്നത്? അവിടുത്തെ നന്മയും കരുണയും. ഹൃദയത്തിൽ തട്ടി മനസ്സിലാക്കണം. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. സങ്കീർത്തനം 34:8. 2 പേജ് മറിച്ചാൽ കിട്ടും. സങ്കീർത്തനം 34:8. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാൻ. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. സങ്കീർത്തനം 100:4-5. 100-ാം സങ്കീർത്തനം 4-5. സങ്കീർത്തനം 100:4-5 വായിച്ചേ. കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ, അവിടുത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. എന്താണ്? കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ഒന്നാമത്തെ കാര്യം, ഇതൊന്ന് ശ്രദ്ധിക്കുക. നിസ്സാരമെന്ന് തോന്നാം, പക്ഷെ നിസ്സാരമല്ല. ഏറ്റവും നമുക്ക് അടി പതറുന്നതും, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒന്നും ഉറച്ചു നിൽക്കാൻ പറ്റാത്തതും, നമ്മുടെ മനസ്സ് കലങ്ങുന്നതും, നമുക്ക് നിരാശ വരുന്നതും, മടുത്തു പോകുന്നതും എല്ലാം എന്താ പറയുക, ഇതിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റലായ ഇതിൻ്റെ റൂട്ടെന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളാണ്. നമുക്ക് ഒരു മലയിളകി വന്നാലും നമ്മൾ നേരെ നിൽക്കും. മനസ്സിലായി? സുനാമി വന്നാലും നമ്മൾ നേരെ നിൽക്കും. ഭൂകമ്പം വന്നാലും നമ്മൾ നേരെ നിൽക്കും. മനസ്സിലായി? ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയം അടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയത്തില്ല എന്നാ സങ്കീർത്തനം. എൻ്റെ ഹൃദയം ഭയം അറിയത്തില്ല. മറ്റൊരു സങ്കീർത്തനം പറയുന്നു, ഭയം ഉണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആരുടെ വചനത്തെ പ്രകീർത്തിക്കുന്നു? ആ ദൈവമായ കർത്താവിൻ്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും. മനസ്സിലായി? കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. കർത്താവിൻ്റെ പക്ഷത്തുണ്ട്. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? മനസ്സിലാവുന്നുണ്ട്? ഇതൊക്കെ എന്താ പറയുന്നത്? അതായത് ഈ ദൈവത്തെക്കുറിച്ചുള്ള ധാരണകൾ ശരിയായാൽ നമുക്ക് കിട്ടുന്നത് അസാധാരണമായ, കുലുക്കാൻ പറ്റാത്ത, തകർക്കാൻ പറ്റാത്ത ധൈര്യമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. മനുഷ്യൻ പതറിപ്പോകത്തില്ല, നേരെ നിൽക്കാൻ പറ്റും.
നമുക്ക് തളർന്നു പോകാത്ത അതിജീവനത്തിൻ്റെ ആത്മധൈര്യം ദൈവം തരും. അപ്പം അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കണം. നിസ്സാരം തോന്നാം, കർത്താവ് നല്ലവനാണ്, എന്താ പ്രശ്നം ഇത്തിരി ഇനി പറയാം. ഇതൊക്കെ തലയിൽ ഇതെല്ലാം അറിയാം. അപ്പോൾ ഇത് ഹൃദയത്തിൽ ആഴത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയാണ് വചനങ്ങൾ വായിക്കുന്നത്. അപ്പോൾ എന്താണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ? ഒന്നാമത്തെ കാര്യം എന്ത് വിശ്വസിക്കുന്നു? ഹെബ്രായർ 11:6 പറഞ്ഞ എന്താണ്? ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും നമ്മൾ വിശ്വസിക്കണം. ഞാൻ എൻ്റെ ചാപ്പലിൽ, എൻ്റെ പ്രെയർ റൂമിൽ 3 വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്: സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. ഇത്രയേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? എത്ര വലിയ തലവരുത്ത്, എത്ര വലിയ ഭാരവുമായിട്ട്, എത്ര വലിയ വിഷമമായിട്ട്, എത്ര വലിയ മടുപ്പുമായിട്ട് ഈ വാക്കുകളുടെ മുമ്പിലിരുന്നാൽ അവിടെ എല്ലാം അവസാനിക്കും. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. സർവാധിപനും സർവശക്തനും അത്യുന്നതനുമായവന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയവും ഭൂമി ജന്മം കൊടുത്തിട്ടില്ല. ഭൂമിയിലില്ല, അങ്ങനൊരു പ്രശ്നമില്ല. ഈ സർവാധിപൻ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ നിലവാരം മാറുന്നത് നിങ്ങളുടെ ദൈവബോധം മാറുമ്പോഴാണ്. നിങ്ങളുടെ ദൈവം ആരാണോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ നിലവാരം. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങളുടെ ദൈവം ആരാണ് അതനുസരിച്ചാണ് നിങ്ങളുടെ നിലവാരം. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഉയരുന്നത് നിങ്ങളുടെ ദൈവം ആരാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവബോധം. ആദ്യത്തെ കാര്യം, എൻ്റെ കർത്താവ് ആരാ? നല്ലവനാണ്. അത് പറ, മൈ ഗോഡ്, മൈ ലോർഡ് ഈസ് ഗുഡ്. എൻ്റെ ദൈവം നല്ലവനാണ്, എൻ്റെ ദൈവം നല്ലവനാണ്. ഒരു വചനം വായിച്ചേ, സങ്കീർത്തനം 115:12. സങ്കീർത്തനങ്ങൾ, സാംസ് 115:12. സങ്കീർത്തനങ്ങൾ 115:12. പെട്ടെന്ന് വായിക്കാം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്ന, പരിത്യജിക്കുന്ന, ഉപേക്ഷിക്കുന്ന സ്നേഹമല്ല നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം. അവിടുന്ന് നല്ലവനാണ്. അപ്പോൾ കർത്താവിന് എന്താണ്? സങ്കീർത്തനം 115:12. കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും മാരകമായ പാപമാണ് അവിശ്വാസം. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും മാരകമായ പാപമാണ് ഈ നല്ലവനായ ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഗൗരവതരമായ, ദ ഗ്രേറ്റസ്റ്റ് സിൻ എ ക്രിസ്ത്യൻ ക്യാൻ കമ്മിറ്റ് ഈസ് അൺബിലീഫ്. പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. അപ്പോൾ അതിൽ നിന്നാണ് എല്ലാ പാപവും ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്ന. അപ്പോൾ ഒരു വാക്ക് മറന്നു പോരുതേ. ഒരു വാക്ക്, PISTIS, പിസ്തിസ് എന്ന് പറഞ്ഞേ. പിസ്തിസ് പറ. PISTIS ഇംഗ്ലീഷിലുള്ള വാക്കല്ല, ഇത് ഗ്രീക്ക് വാക്കാണ്. എന്നാലും അത് പഠിക്കണം. എന്ത് വാക്കത്? പിസ്തിസ്. PISTIS, പിസ്തിസ്. പറഞ്ഞേ, ഇങ്ങനെ പറഞ്ഞേ. വീട്ടിൽ ചെന്നിട്ട് പറയണം, ഞങ്ങൾ ഗ്രീക്കൊക്കെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് പിസ്തിസ് എന്ന് പറയണം. അവർക്കൊന്നും മനസ്സിലാകത്തില്ലെങ്കിലും പറയണം. പിസ്തിസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതാണ് വിശ്വാസത്തിൻ്റെ ഗ്രീക്ക് വാക്ക്. എന്താണത്? പിസ്തിസ്. പിസ്തിസ്, വിശ്വാസം. ഞാൻ ഈ വാക്ക് പറഞ്ഞെന്തിനെന്നറിയാമോ? ഈ വാക്കൊക്കെ എനിക്ക് അറിയാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മൾ മലയാളത്തിൽ വിശ്വാസം എന്നല്ലേ ഉള്ളൂ, വിശ്വാസം. എന്നാൽ ഈ പിസ്തിസ് എന്ന് പറയുന്ന വാക്കിന് വിശ്വാസം എന്ന് മാത്രമല്ല, വേറൊരർത്ഥം കൂടെ ഉണ്ട്. വിശ്വസ്തത എന്നും കൂടെ അർത്ഥമുണ്ട്. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. വിശ്വാസമൊന്നുമുണ്ട്, വിശ്വസ്തത എന്നുമുണ്ട്. വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ്. ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഫെയ്ത്ത്ഫുൾനെസ്സിൽ. ദൈവം വിശ്വസ്തനാണ്, ദൈവം വാക്കുമാറാത്തവനാണ്, ദൈവം പാതി വഴിയിൽ കൈ പിൻവലിക്കാത്തവനാണ്, ദൈവം പാതി വഴിയിൽ പാലം വലിക്കാത്തവനാണ്, ദൈവം ഉപേക്ഷിച്ച് കളയാത്തവനാണ്. അവിടുന്ന് അത്യുദാരനാണ് കരുണയിൽ. അവിടുന്ന് പാതി വഴിയിൽ സ്നേഹം പിൻവലിക്കുന്ന ആളല്ല. അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു. എവിടം വരെ സ്നേഹിച്ചു? അവസാനം വരെ സ്നേഹിച്ചു. അവസാനം വരെ സ്നേഹിച്ചു. അപ്പോൾ ഫെയ്ത്ത്ഫുൾനെസ്. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ആദ്യം ഞാൻ പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ
നന്മയിലുള്ള വിശ്വാസമാണ്. അത് മനസ്സിലായല്ലോ. അടുത്തത്, വിശ്വാസം എന്ന് പറയുന്നത് ഈ തലയ്ക്കകത്ത് കിടക്കുന്ന ഒരു വിശ്വാസം മാത്രമല്ല, അതൊരു ഫെയ്ത്ത്ഫുൾനെസ് ആണ്. നമ്മുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോടുള്ള വിശ്വസ്തതയാണ് വിശ്വാസം. അതിങ്ങനെ തലയ്ക്കകത്ത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് മാത്രമല്ല, ആ ദൈവത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന കമ്മിറ്റ്മെൻറ്റ്, ഫെയ്ത്ത്ഫുൾനെസ്, ആ ദൈവം സത്യമാണ് എന്നതിന് നമ്മൾ കൊടുക്കുന്ന വില, അതും ഈ വാക്കിനകത്തുണ്ട്. അത് പറയാൻ പിസ്തിസ് പറഞ്ഞത്. മനസ്സിലായോ? രണ്ടാമത്തെ കാര്യം, വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ ഫെയ്ത്ത് മാത്രമല്ല, മറിച്ച് എന്തുകൂടിയാണ്? ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ്, അതും ഇതിനകത്ത് വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ തലയ്ക്കകത്തുള്ള വിശ്വാസം കൊണ്ട് ആർക്കും ഒന്നും ഉണ്ടാവാൻ പോണില്ല. അങ്ങനെ ആരും വിശ്വസിക്കുന്നുണ്ട്? പിശാചുക്കൾ പോലും വിശ്വസിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം എടുക്കാം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 19-20 തിരുവചനം. ജെയിംസ് 2:19 and 20. യാക്കോബ് 2:19-20 വായിക്കാമോ? യാക്കോബ് 2:19-20. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വാസ പ്രമാണം കാണാതെ അറിയാം. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. നമുക്കില്ലാത്ത ഒരു കാര്യം കൂടി പിശാചിനുണ്ട് താനും. എന്താ? നമുക്കതൊക്കെ പറയുമ്പോഴൊരു പേടിയൊന്നുമില്ല, പിശാചിന് പേടിയുമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമുക്കത് പറയുമ്പോൾ പേടിയൊന്നുമില്ല, പിശാചിന് പേടിയുമുണ്ട്. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. അത് കേട്ട് അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തലയ്ക്കകത്ത് ഈ ദൈവത്തെ സംബന്ധിക്കുന്ന കുറേ അറിവുകളുണ്ടായി എന്നതല്ല വിശ്വാസം, മറിച്ച് അറിവിനപ്പുറത്ത് ഒരാൾ സമർപ്പിക്കുന്നു, കമ്മിറ്റ്മെൻറ്റ്, ഫെയ്ത്ത്ഫുൾനെസ്, അതും ഈ വാക്കിനകത്ത് ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ പരിപാലനയിലും നന്മയിലും ഇതെല്ലാം കാച്ചി കുറുക്കി ദാവീദ് ഒരു സങ്കീർത്തനം പാടിയിട്ടുണ്ട്. ആ സങ്കീർത്തനം നിങ്ങൾക്കറിയാം. അതാണ് 23-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം. എന്താണ് 23-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇത് ബൈബിളിന് പല ട്രാൻസ്ലേഷൻസ് ഉണ്ട്. ഈ അതായത് ബൈബിൾ വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാകാത്തവർക്ക് വേണ്ടി ചില ഫ്രീ ട്രാൻസ്ലേഷൻസ് ഉണ്ട് ബൈബിളിൻ്റെ. ഞാൻ ട്രാൻസ്ലേഷൻ്റെ പേരൊന്നും പറയുന്നില്ല. ചില ഫ്രീ ട്രാൻസ്ലേഷൻസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾക്ക് ബൈബിൾ വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ സ്വതന്ത്രമായിട്ട് മനസ്സിലാവുന്ന വിധത്തിൽ ബൈബിളിലെ വാക്യങ്ങൾ എഴുതിയിട്ടുള്ള ബൈബിളുകളുണ്ട്. അതിലെ ഒരു ബൈബിളിൽ ഞാൻ വായിക്കാം. എങ്ങനെയെന്നറിയാം? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്നതിന് ഇംഗ്ലീഷിൽ അവരിങ്ങനെയാണ് പറയുന്നത്: ബിക്കോസ് ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഹാവ് എവരിത്തിങ് ഐ നീഡ്. മനസ്സിലായോ? മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതി. എന്താ പറയുക? ദൈവം എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്കുണ്ട്. മറ്റേത് തന്നെയാണ്, അർത്ഥം അത് തന്നെയാണ്. കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്: ബിക്കോസ് മൈ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഹാവ് എവരിത്തിങ് ഐ നീഡ്. ദൈവം എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ദൈവം എൻ്റെ ഇടയനായതുകൊണ്ട്. മനസ്സിലായോ? ദൈവമാണ് എന്നെ പരിപാലിക്കുന്നത്. ദൈവം നല്ലവനാണ്, കർത്താവ് വിശ്വസ്തനാണ്. അപ്പം ഈ ബോധ്യമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് അതിലേക്ക് നമ്മൾ വന്നു. അപ്പം ഇനി ഇത്തരം കാര്യങ്ങൾ ആമുഖമായിട്ട് ഞാൻ പറഞ്ഞു. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നന്മയിലുള്ള വിശ്വാസമാണ്. പിന്നീട് ഞാൻ പറഞ്ഞു വിശ്വാസത്തിനകത്ത് ഫെയ്ത്ത്ഫുൾനെസ്സും ഉണ്ട്, വിശ്വസ്തതയുമുണ്ട്. ഇനി നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണ്. അതിന് നമ്മളൊരു വചനം എടുക്കണം. ഹെബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ ആ പ്രസിദ്ധമായ നിർവചനം. അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ആ 2 കാര്യങ്ങളിൽ രണ്ടാമത്തേതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഹെബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം: വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ വളരെ നല്ലതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം ഇനി പറയാൻ പോകുന്ന ഒന്നും അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. ശ്രദ്ധിച്ചാൽ എല്ലാം മനസ്സിലാവും, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. പിന്നെ നിങ്ങളിരുന്ന് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത്
വളരെ 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 ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വിശ്വാസം എന്താണെന്ന് അപ്പസ്തോലന്മാർ പറഞ്ഞു തന്ന ചില വചനങ്ങളിലൂടെ കടന്നു പോവാണ്. അതിൽ ഒരു വചനമാണ് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും. ആദ്യത്തേത് ഞാൻ രണ്ടാമത് എടുക്കാം. ഏത്? പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പ്. ഞാൻ രണ്ടാമത്തേത് ആദ്യം എടുക്കുകയാണ്. കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യം. ശ്രദ്ധിക്കാം. ഇപ്പൊ ഇവിടെ ഇതൊരു സ്കെയിലാണ്. ഇതൊരു സ്കെയിലാണ്. ഇത് നിങ്ങൾക്ക് കാണാവോ? കാണാം. ഇത് നിങ്ങൾ കാണുന്നത് കൊണ്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ കാണുകയാണിത്. എന്നാൽ ഞാൻ ഈ സ്കെയിൽ എടുത്ത് മറച്ചു പിടിച്ചു. ഇപ്പം നിങ്ങൾക്ക് സ്കെയിൽ കാണാവോ? ഇല്ല. പക്ഷെ സ്കെയിൽ ഉണ്ടോ? അപ്പം ഞാൻ പറയുന്നു ഇവിടെ ഒരു സ്കെയിലുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നു. നിങ്ങൾ കണ്ടില്ലല്ലോ? കണ്ടില്ല. അപ്പം കാണപ്പെടാത്തത് ഉണ്ട്. ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇവിടെ ഒരു ആനയുണ്ട്, വിശ്വസിക്കും. ഇവിടെ ഒരു ആനയുണ്ട്, വിശ്വസിക്കും. വിശ്വസിക്കാവോ? എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല? കാണാത്തത് കൊണ്ടല്ല, ഇല്ലാത്തത് കൊണ്ട്. ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ ഒരു ആനയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട്? കാണാത്തത് കൊണ്ടല്ല, ആന ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് വിശ്വസിക്കുക എന്നല്ല, ഉണ്ട് പക്ഷെ കാണുന്നില്ല. സിസ്റ്റർ മനസ്സിലായോ? ഉണ്ട്. ഇവിടെ ഒരു ആനയുണ്ട്, ഉണ്ടോ? ഇല്ല. നിങ്ങൾ വിശ്വസിക്കണ്ട, കാരണം ആന ഇല്ല. ഇല്ലാത്തത് വിശ്വസിക്കാനല്ല പറയുന്നത്, മറിച്ച് ഉണ്ട്. ഉണ്ട് പക്ഷേ, അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ഇവിടെ ഉണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു 2-3 കാര്യം പറയാം. ഇവിടെ ഉണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല. വായു, കാറ്റ്, വെട്ടം. വെട്ടം കാണാലേ. ഞാൻ നിങ്ങൾ കുറച്ചൊക്കെ ഭക്തരാന്നാ വിചാരിച്ചേ. നിങ്ങൾ വായുവും വെള്ളവും പിന്നെ ഹൈഡ്രജനും ഓക്സിജനും ഒന്നും പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. ഉണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല. ഞാൻ നിങ്ങൾ ഭക്തരാന്നാ ഓർത്തേ. വായു, വെള്ളം, നീരാവി ഒന്നും പറയുന്നല്ല ഞാൻ വിചാരിച്ചേ. എന്താ? പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മ, മാലാഖമാര്, ഈശോ, പിതാവായ ദൈവം ഉണ്ട് പക്ഷെ കാണുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇല്ലാത്തത് വിശ്വസിക്കാനല്ല പറയുന്നത്, ഉണ്ട് പക്ഷേ കാണാൻ പറ്റുന്നില്ല. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഉണ്ട്, കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റാത്ത എന്താണ്? അത് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളല്ലാത്തത് കൊണ്ടാണ്, ഈ ലോകത്തിലെ യാഥാർത്ഥ്യങ്ങളല്ലാത്തത് കൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഈ അപ്പസ്തോലനായ പൗലോസ് 2 കൊരിന്തോസ് 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ പ്രമാദമായൊരു വചനം പറയും, പ്രധാനപ്പെട്ടൊരു വചനം പറയും. 2 കൊരിന്തോസ് 5:12 വായിക്കാമോ? 2 കൊരിന്തോസ് 5:12 പാട്ടിലൊക്കെ പാടുന്നൊരു വചനമാണത്. എന്താ? ഞങ്ങൾ ഞാൻ വായിച്ചോളാം. ഞാൻ പറഞ്ഞത് തെറ്റി. 5:7, 5:12 അല്ല, 5:7. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. മതി 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 മതി. ഞങ്ങൾക്ക് നല്ല ആത്മധൈര്യമുണ്ട്. ഞങ്ങൾ നയിക്കപ്പെടുന്നത് കണ്ടിട്ടല്ല, വിശ്വാസത്താലാണ്. നോട്ട് ബൈ സൈറ്റ് ബട്ട് ബൈ ഫെയ്ത്ത്. നോട്ട് ബൈ സൈറ്റ്. ലോകത്തിലെ മനുഷ്യരെങ്ങനാ? ഇപ്പൊ ഞാൻ പറയാണ്, ഒരു അണലി കയറിപ്പോയി ഇതില്, അതിനടി കയറി. നിങ്ങൾ എന്നാ ചോദിക്കാൻ പോണേ? ശരിക്കും അവിടെ ആണോ അച്ഛാ? അതെ. അച്ഛൻ കണ്ടോ? ഇങ്ങനെ ചോദിക്കാൻ പോണേ. നിങ്ങൾ അണലിയെ തപ്പാൻ പോകുന്നതിന് മുമ്പ് ആദ്യം എന്നോട് ചോദിക്കാൻ പോണേന്നാ, അച്ഛൻ കണ്ടോ? ലോകത്തിൻ്റെ രീതി എന്താണ്? കാണുക, വിശ്വസിക്കുക. ശ്രദ്ധിച്ചിരിക്കണം. ലോകത്തിൻ്റെ രീതി കാണുക, വിശ്വസിക്കുക. ദൈവത്തിൻ്റെ രീതി വിശ്വസിക്കുക, കാണുക. പറഞ്ഞേ ഹല്ലേലൂയ. തിരിച്ചാണ്.
തിരിച്ചാണ്. ഇറ്റ് ഈസ് എ റിവേഴ്സൽ. അതായത് ലോകത്തിൻ്റെ രീതിയല്ല. നമ്മളൊരു കാര്യം കാണുന്നു, അത് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയണത് ഒരു കുഴിയാന. എവിടെ 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 ദേ കുഴിയാന കുഴിയാന. നിങ്ങൾ വിശ്വസിച്ചു, കണ്ടു, വിശ്വസിച്ചു. എന്നാൽ വിശ്വാസിയുടെ ആത്മീയതയുടെ രീതി എന്ന് പറഞ്ഞാൽ കാണുന്നില്ല, പക്ഷെ ഉണ്ട്, വിശ്വസിക്കുന്നു, അതുകൊണ്ട് കാണുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിക്കുന്നു, അതുകൊണ്ട് കാണുന്നു. ലോകം കാണുന്നതാണ് വിശ്വസിക്കുന്നത്, ഭക്തൻ വിശ്വസിക്കുന്നതാണ് കാണുന്നത്. ലോകം കാണുന്നതാണ് വിശ്വസിക്കുന്നത്, വിശ്വാസി വിശ്വസിക്കുന്നതാണ് കാണുന്നത്. കാണുക എന്ന് പറഞ്ഞാൽ അപ്പസ്തോലൻ കാണുക എന്ന് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. പക്ഷേ എല്ലാ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയും ഈ ലോകത്തെ കാണുകയും കേൾക്കുകയും ശ്വസിക്കുകയും തൊടുകയും ഒക്കെ ചെയ്ത് ഇന്ദ്രിയഗോചരമായി ഈ ലോകത്തെ നമ്മൾ 5 ഇന്ദ്രിയങ്ങളിലൂടെ തൊട്ട് മനസ്സിലാക്കുന്നതിനെ, 5 ഇന്ദ്രിയങ്ങളിലൂടെ പെർസീവ് ചെയ്ത് മനസ്സിലാക്കുന്നതിനെയാണ് കാണുക എന്ന്, കാഴ്ച എന്നതുകൊണ്ട് ഇവിടെ അപ്പസ്തോലൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ കാണാൻ വയ്യാത്ത, ഈ കാണാൻ പറ്റാത്ത യാഥാർത്ഥ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ശരിക്കും കാണുന്നുണ്ട്. എങ്ങനെ കാണുന്നേ? വിശ്വാസത്താൽ. പാട്ടില്ലേ, കാണുന്നു ഞാൻ വിശ്വാസത്താൽ, എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ. കണ്ട് വിശ്വസിക്കുകയല്ല, വിശ്വസിച്ചിട്ട് വിശ്വസിക്കുന്നത് കാണുകയാണ്. എന്നൊക്കെ പറയാവോ? ഹല്ലേലൂയ. 2 വചനങ്ങൾ പെട്ടെന്ന് വായിച്ചോ. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം വേഗം വായിക്കാം. വായിച്ചോ. ഹെബ്രായർ 11:3. ഹെബ്രായർ 11:3 വായിച്ചേ. ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്ന് ഉണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു. അതായത് വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മൾ അറിയുന്നു. ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടു, കാണപ്പെടാത്തവയിൽ നിന്ന് കാണപ്പെടുന്നവ ഉണ്ടായി. അത് നമ്മൾ വല്ലതും കണ്ടതാണോ? കണ്ടതല്ല. നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മളത് കാണുകയാണ്. കാണപ്പെടാത്തവയിൽ നിന്നാണ് ഈ കാണപ്പെടുന്നവ ഉണ്ടായത്. മറ്റൊരു വചനം വായിക്കാം. സങ്കീർത്തന പുസ്തകം 33:6. സങ്കീർത്തനങ്ങൾ 33:6. മടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇല്ലെന്നേ പറയാവോ? മടുക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ പറയണം. ഉണ്ടെങ്കിൽ ഇല്ലെന്നേ പറയാം. സങ്കീർത്തനം 33:6 വായിച്ചേ. കർത്താവിൻ്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു, അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും. ഇത് കണ്ടതാണോ? ഇത് കണ്ടതല്ല. ഇത് വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു വിശ്വാസി ഇത് ഹൃദയത്തിൽ കാണുന്നതാണ്. ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടു, കാണപ്പെടാത്തവയിൽ നിന്ന് കാണപ്പെടുന്നവ ഉണ്ട്. ഇനി എന്നെ ശ്രദ്ധിച്ചേ, ഞാനൊരു 2-3 ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് കാണിക്കാം. എന്താണെന്നറിയാമോ? ലോകത്തിൻ്റെ രീതി എന്ന് പറയുന്നത് കാണുന്നു, വിശ്വസിക്കുന്നു. ഭക്തരുടെ രീതി എന്താണ്? വിശ്വസിക്കുന്നു, അതുകൊണ്ട് ശ്രദ്ധിക്കണം. എന്തവർ കാണുന്നു? വിശ്വസിക്കുന്നതുകൊണ്ട് കാണുന്നു. എന്തവർ കാണുന്നു? അവരുടെ ചുറ്റും നിൽക്കുന്ന ലോകത്തിലെ പല മനുഷ്യരും കാണാത്തത് പലതും അവർ കാണുന്നു വിശ്വസിക്കുന്നത് കൊണ്ട്. അവരുടെ ചുറ്റും നിൽക്കുന്നത് പലരും കാണാത്തത് അവർ കാണുന്നു, അവർ വിശ്വസിക്കുന്നത് കൊണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഈ അച്ഛനായിട്ട് ആദ്യത്തെ വർഷം ഒരു മലയോര പ്രദേശത്ത് ശുശ്രൂഷയ്ക്ക് അവിടുന്ന് പിതാവയക്കുമ്പോൾ, ഈ മലയോര പ്രദേശത്ത് ഒരുപാട് ദൂരെ ഒരുപാട് ഈ മലയുടെ മുകളിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങി പള്ളിയിലെത്താൻ ഒത്തിരി താമസിക്കും. അപ്പോൾ ഒരു പള്ളിയിലെ വിശുദ്ധ കുർബാന 11:30-ക്കാണ്. ഞായറാഴ്ച രാവിലെ 11:30-ക്ക് വെച്ചിരിക്കും. 10 മണിക്കൊക്കെ വേണേൽ കുർബാന വെക്കാം. 11:30-ക്ക് വെച്ചിരിക്കുന്നതിൻ്റെ കാരണം ഈ മലയൊക്കെ ഇറങ്ങിയ ആളുകൾ വരുമ്പോഴേക്കും 11:30 ആവും. അപ്പം അങ്ങനെ ഈ പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന ഒരു അമ്മച്ചി, ഒട്ടും വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്തൊരു പാവം കുടുംബത്തിലെ അമ്മച്ചി എന്നോട് എപ്പോഴും പറയുമായിരുന്നു, അച്ഛാ എൻ്റെ വീട്ടിലൊന്ന് വരണേ. എന്നിട്ട് ഒന്നുകൂടെ പറയാം, അച്ഛാ പാടാണ്, അങ്ങ് മലയുടെ മേളിലാണ്, വരണേ. അപ്പം ഞാൻ വരാം അമ്മച്ചി എന്നൊക്കെ പറയും. ചെന്ന് കുറച്ച് നാളെ ആയുള്ളൂ. കൊച്ചച്ഛനാണല്ലോ, വികാരിച്ചൻ പറയണം പോണമെങ്കിൽ. അപ്പോൾ ഒരു ദിവസം ഈ അമ്മച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഒന്ന് വരണേ. ഞാൻ പറഞ്ഞു, അമ്മച്ചി വികാരിച്ചനോട് ചോദിച്ചിട്ട് വരാം. അപ്പോൾ വികാരിച്ചനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു,
അച്ഛൻ പൊക്കോളാൻ പറഞ്ഞു. എനിക്ക് പോകണ്ടല്ലോ, അച്ഛൻ പൊക്കോ, വലിയ മലയുടെ മേളിലത്. അങ്ങനെ ഞാൻ ഈ അമ്മച്ചിയുടെ വീട്ടിൽ മലയുടെ മേളിൽ ചെന്നു. നടന്നു പോകണം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ചോദിച്ചു, എൻ്റെ അമ്മച്ചി എന്തിനാ എന്നെ വിളിച്ചോണ്ടിരുന്നത്? എന്തിനായിരുന്നു വിളിച്ചത്? എനിക്ക് ബിരിയാണി വല്ലതും തരാനാണോ അമ്മച്ചി എന്നെ വിളിച്ചോണ്ടിരുന്നത്? അപ്പോൾ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എനിക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് ഒരു കക്കൂസിന് സഹായം കിട്ടി, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം, എന്നിട്ട് വേണം എനിക്ക് ആ കക്കൂസിൻ്റെ പണി. കക്കൂസിൻ്റെ അല്ല, അടുക്കളയ്ക്ക്. കക്കൂസ് ഞാൻ പിന്നെ പറഞ്ഞു, അത് ഞാൻ പറയാം. അതായത് കക്കൂസ് എൻ്റെ കോൺട്രിബ്യൂഷനാണ്, അത് ഞാൻ പിന്നെ പറയാം എന്താന്ന്. അമ്മച്ചിക്ക് അടുക്കളയ്ക്ക് പണം കിട്ടി. അപ്പോൾ അച്ഛൻ വന്നിട്ടൊന്ന് പ്രാർത്ഥിക്കണം, എന്നിട്ട് വേണം എനിക്ക് അടുക്കളയുടെ. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി അങ്ങ് തുടങ്ങിയാൽ പോരെ, തീരുമ്പോൾ ഞാൻ വരത്തില്ലേ? ഇല്ല ചാ, അത് ഇത്രയും നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു, ഒരു അടുക്കള പണിയണമെന്ന്, അതിന് കാശ് കിട്ടിയിട്ടുണ്ട് അച്ഛാ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മച്ചി ഒരു കട്ടൻ ചായയൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഒന്നുകൂടെ വരാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് കക്കൂസിന് പൈസ കിട്ടിയോന്ന് ചോദിച്ചു. മനസ്സിലായി? അതാണ് കക്കൂസ് പെട്ടെന്ന് കയറി വന്നത്. പഞ്ചായത്തിൽ നിന്ന് കക്കൂസിന് വല്ലതും പൈസ കിട്ടിയോന്ന്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, അതൊന്നും അല്ല, തമാശ ഒന്നും പറയാൻ പറ്റുന്ന പരുവത്തിലല്ല, അച്ഛൻ വാ വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും കയറി മലമുകളേറി. അവ ചെന്നപ്പോൾ വളരെ വിഷമിച്ചിരിപ്പുണ്ട് അമ്മച്ചി. എന്നാ ചോദിച്ചപ്പോൾ പറഞ്ഞു, വാ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അകത്തെ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് അമ്മച്ചി എന്നോട് പറഞ്ഞു, ദേ ആ കിടക്കുന്ന കണ്ടോന്ന് ചോദിച്ചു. ഞാൻ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, എല്ലും തോലുമായൊരു ചെറുപ്പക്കാരൻ ഈ കട്ടിലേ കിടപ്പുണ്ട്. ആരാന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ആരാ ഇത്? എൻ്റെ മോനാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അമ്മച്ചിയുടെ മക്കൾ 1-2 പേരെയൊക്കെ അവിടെ ഉള്ളവരെ അറിയാം. ഇതിപ്പോൾ ആരാ? ഞാൻ വന്നു പോയിട്ട് 4-5 ദിവസമേ ഉള്ളൂ. ഇതിനുള്ളിൽ ഇതുപോലൊരുത്തൻ ഉണ്ടായി വളരാനുള്ള നേരം ആയിട്ടില്ല. അപ്പോൾ ഇത്ര പെട്ടെന്നൊരു മോനോ എന്നൊക്കെയാണ് എൻ്റെ തലയിൽ കിടക്കുന്ന ചിന്ത. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. അമ്മച്ചി മോനാന്ന് പറയും ചെയ്തു. ഞാൻ പറഞ്ഞു, ഇത് മോൻ വാ പറയാന്ന് പറഞ്ഞു. വാ വെളിയിലോട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു, 10-12 വയസ്സുള്ളപ്പോൾ വീട്ടിലെ കഷ്ടപ്പാടും അടിയും വഴക്കും കള്ളുകൂടിയും ഒക്കെ കാരണം, കെട്ടിയും കള്ളുകൂടി ഒക്കെ കാരണം വീട്ടിൽ നിന്ന് ഒളിച്ചോടിയാന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോഴാണ് കാണുന്നതെന്ന് പറഞ്ഞു. കുറേ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് കൊണ്ടുവന്നാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ മരിക്കാൻ കിടക്കുക. ചെറുപ്പക്കാരനാ. എന്നോട് പറഞ്ഞു, വികാരിയച്ഛനുണ്ടോ, പള്ളിയിൽ അച്ഛനുണ്ടോ, ഒന്ന് കാണണം എന്ന് പറഞ്ഞ് കരയുക. അങ്ങനെ വിളിച്ചതെന്ന് പറഞ്ഞു. അച്ഛൻ അവൻ എന്നാ പറയാനുള്ളതെന്ന് പോയി കേൾക്കാൻ പറഞ്ഞു. അമ്മച്ചി അടുക്കളയിലോട്ട് പറഞ്ഞു വിട്ടിട്ട് ഞാൻ പോയി ആ മനുഷ്യൻ്റെ അടുത്തിരുന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, കഥ കടയ്ക്കാവൻ ചോദിച്ചു. കഥ കടച്ചു. കടച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ വീട്ടിലെ പട്ടിണിയും പരിവട്ടവും പരിതാപവും ദാരിദ്ര്യവും കാരണം വീട്ടിൽ നിന്ന് ചെറുപ്പത്തിൽ ഒളിച്ചോടിപ്പോയതാണ്. ഒന്നുമില്ലായിരുന്നു, കണ്ണുനീര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രക്ഷപ്പെടാൻ വേണ്ടി പോയതാണ്. ഒത്തിരിയും ദേശാന്തരങ്ങൾ അലഞ്ഞു തിരിഞ്ഞു, മുംബൈയിലെത്തി, ജീവിച്ചു. എല്ലാ കൊള്ളരുതാത്ത വഴിയിലൂടെയും പോയി ജീവിക്കാൻ വേണ്ടി എല്ലാ പണിയും ചെയ്തു. പ്രായപൂർത്തിയായപ്പോൾ കല്യാണം കഴിച്ചു. 2 കുട്ടികളുണ്ടായി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എയ്ഡ്സ് രോഗിയാണ്, എയ്ഡ്സ് ബാധിതനാണ്. വിവരം അറിഞ്ഞപ്പോൾ 2 പെൺപിള്ളേരാണ്, അതുങ്ങളെയും കൊണ്ട് ഭാര്യ അവളുടെ വീട്ടിലേക്ക് പോയി. ആരും നോക്കാനും കാണാനും ഇല്ലാതായി. ഒടുവിൽ ഇങ്ങനെ രോഗം മൂർച്ഛിച്ച് മരണാസന്ന നിലയിൽ കിടക്കുമ്പോൾ കൂട്ടുകാരാരാണ്ട് വണ്ടി പിടിച്ച് ട്രെയിനെ കയറ്റി അവിടുന്ന് മാട്ടി വന്ന് വണ്ടി വിളിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കി. നാട്ടിലെ ഹെൽത്ത് സെൻ്ററിൽ അവർ വിവരവും പറഞ്ഞു. അങ്ങനെ അറിയിക്കണമെന്നുണ്ടല്ലോ. അമ്മച്ചിക്ക് അറിഞ്ഞുകൂടാ. ഈ ചേട്ടൻ പറയുകയാണ്, അച്ഛാ 2 ആഗ്രഹമുണ്ട്, ഒന്ന് സാധിച്ചു തരാമോ? 2 ആഗ്രഹം. ഒന്ന്, കുമ്പസാരിപ്പിക്കാവോ, കുർബാന തരാവോ. രണ്ടാമത്തേത്, മരിക്കുമ്പോൾ പള്ളിയിൽ നടക്കാവോ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കുമ്പസാരിപ്പിച്ച് കുർബാന തരാം, പള്ളിയിൽ നടക്കുന്ന കാര്യമൊക്കെ എൻ്റെ കയ്യിലല്ല, വികാരിച്ചനോട് പറയാം. ഒത്തിരിയും കാര്യങ്ങൾ പറഞ്ഞ് കരയുന്നതിനിടയാൾ പറഞ്ഞു, ഒരു കാര്യം കൂടെ സാധിച്ചു തരാവോ. ഒരു പേപ്പറിൽ ഭാര്യയുടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, അതെൻ്റെ തന്നിട്ട് പറഞ്ഞു, ഒന്ന് വിളിക്കാവോ. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കൊച്ചുങ്ങളെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്, കണ്ടിട്ട് മരിക്കാൻ സഹായിക്കാവോ. ഞാൻ അപ്പം അന്ന് ഈ മൊബൈൽ സജീവമായ കാലമല്ല. ഞാൻ പള്ളി മുറി ചെന്നു. അവിടെ ചെന്നിട്ട്
ഈ ഭാര്യയുടെ നമ്പർ പലതവണ വിളിച്ചപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ ഈ വിവരം പറഞ്ഞു. അവൾ പറഞ്ഞു, ഈ വിവരം പറയാൻ അച്ഛൻ വിളിക്കണ്ട, ഇനി കട്ട് ചെയ്തു. വരുത്തില്ല എന്നും പറഞ്ഞു. ഇയാളോട് ഞാൻ പറയാനൊന്നും പോയില്ല. അങ്ങനെ പ്രതീക്ഷ വെച്ചെങ്കിലും കിടന്ന് മരിക്കട്ടെന്ന് ഓർത്ത്, വരുമെന്ന് ഓർത്തെങ്കിലും. ഏതായാലും കുറച്ച് ദിവസം കഴിഞ്ഞു, ഇദ്ദേഹം മരിച്ചു. മരിച്ചപ്പോഴേക്കും അച്ഛനോടും പറഞ്ഞ് പള്ളിയിലൊക്കെ ആലോചിച്ച് പള്ളിയിലൊക്കെ അടക്കാനുള്ള സംവിധാനം എല്ലാം ചെയ്തു. പള്ളി കൊണ്ടുവന്ന് അടക്കി, കുമ്പസാരിപ്പിച്ച് കുർബാനയും കൊടുത്തായിരുന്നു അന്ന് തന്നെ. പള്ളി കൊണ്ടുവന്ന് അടക്കി കഴിഞ്ഞിട്ട് ഇനി ഒരമ്മ ഒരടുക്കളയ്ക്ക് പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടിയ എൻ്റെ സന്തോഷത്തിൽ വികാരിച്ചനെ വിളിച്ച് കൊച്ചച്ഛനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി സാധുവായൊരമ്മയാണ്. പള്ളിയിൽ ഏറ്റവും പുറകിൽ ഒരു ബെഞ്ചിലിരിക്കുകയാണ്. അടക്കമെല്ലാം കഴിഞ്ഞു. വലിയൊരു മഴ വരാൻ പോവാണ്. മലയോര പ്രദേശങ്ങളിലെ മഴ ഭയാനകമാണ്. വഴികളെല്ലാം മോശമാണ്. എനിക്ക് മോട്ടോർ ബൈക്കിൽ തിരിച്ചു പോകണം. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇത് അടക്കം കഴിഞ്ഞു, പള്ളി അടച്ച് എനിക്ക് പോകണം. പക്ഷേ അമ്മച്ചി പള്ളിക്കകത്തിരിക്കുക. ഞാൻ പോയി അടുത്ത് പോയിരുന്നു, കയ്യെ പിടിച്ചു. അപ്പം ഇങ്ങനെ കണ്ണുനീര് ഒഴുകുന്നുണ്ട്. വലിയ വാവിട്ട് കരയുന്നൊന്നുമില്ല. ഇങ്ങനെ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ആ രൂപം. മരിച്ചോന്നറിയില്ല ഇപ്പം. എല്ലും തോലുമായൊരു അമ്മ, നല്ല നീളമുണ്ട്. ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അൾത്താരയിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, കരയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അമ്മച്ചി നേരെ ഇരുട്ടുന്നു, മഴ വരാൻ പോവാണ്, വീട്ടിൽ പോകുന്നില്ലേ? എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അച്ഛാ 5ാമത്തെ ശവപ്പെട്ടിയാണ് ദേ ഇപ്പോൾ അങ്ങോട്ട് എടുത്തു വെച്ചത്. 5ാമത്തെ ശവപ്പെട്ടി. എൻ്റെ കൺമുമ്പിലൂടെ 5 പേരാണ് ഈ പെട്ടിക്കകത്താക്കി പോയത്. സമാധാനമില്ല അച്ഛാ. 10 മിനിറ്റ് ഞാൻ ഇവിടെ ഇരുന്നോട്ടെ, സമാധാനമില്ല അച്ഛാ. ഞാൻ അവിടെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പോയി. അപ്പോഴും അവിടെ ഇരിപ്പുണ്ട് ഈ അമ്മ. അങ്ങനെ ഇരിപ്പുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 ദിവസം കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ മുമ്പ് എല്ലാ ആഴ്ചയും ആദ്യം എത്തിക്കൊണ്ടിരിക്കുന്ന ഈ അമ്മയാണ്. ആ ഞായറാഴ്ചയും ഈ അമ്മ പള്ളിയിലെത്തുന്നു, കുർബാന പുസ്തകം എടുക്കുന്നു, പ്രഭാത പ്രാർത്ഥന ചൊല്ലുന്നു, കുർബാനയിൽ സംബന്ധിക്കുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ ചിരിച്ച് വർത്താനം പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. നിങ്ങൾ കണ്ടു പരിചയിച്ചിട്ടുള്ളതും ഞാൻ കണ്ടു പരിചയിച്ചിട്ടുള്ളതുമായ 10,000 മനുഷ്യരിലെ ഒരാളുടെ വാങ്മയ ചിത്രമാണ് ഞാൻ അവതരിപ്പിച്ചത്. ഒരു ഹ്യൂമൻ ബീങ്, നമ്മളെപ്പോലെ ഒരാൾ. ഞാൻ പറയട്ടെ നിങ്ങളോട്, നമ്മുടെയൊക്കെ പള്ളികളിൽ നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള ഇത്തരം മനുഷ്യർ ജീവിച്ചിരിക്കുന്നത്, മാനസിക രോഗികളാകാത്തത്, അവർ ദൈവത്തെ വെല്ലുവിളിക്കാത്തത്, ഭ്രാന്താശുപത്രിയിലേക്ക് പോകാത്തത്, അവർ ദൈവത്തെ മറുതലിച്ച് നിരീശ്വരവാദത്തിലേക്ക് പോവാത്തത്, അവരിപ്പോഴും കർത്താവിനെ ഹൃദയം പൊട്ടി ആരാധിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? നമ്മൾ കാണാത്തത് പലതും അവർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ കണ്ടിട്ടുണ്ട്. നമ്മൾ കാണാത്തത് അവർക്ക് കാണാം. അതാ പറഞ്ഞു, ഇവിടെ ഇരുന്നോട്ടെന്ന്, ശല്യപ്പെടുത്തല്ലേ, ഇവിടെ ഇരുന്നോട്ടെന്ന്. നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് ഞാൻ കാണുന്നുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ഈ നമ്മൾ ജീവിതത്തെ നേരിടുന്നത് കണ്ടിട്ടല്ല. അത് ഞാൻ പറയാൻ വരുന്ന ആശയം, കണ്ടിട്ടല്ല. ഒന്നും കാണുന്നില്ലെന്ന്, കാണാനൊന്നും ഇല്ലെന്ന്. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷ തരുന്നതോ പ്രത്യാശ തരുന്നതോ സന്തോഷം തരുന്നതോ ആയ അധികം കാര്യം ചേരുവകളൊന്നുമില്ല. പക്ഷെ നമ്മൾ അവിടെയും സന്തോഷിക്കുകയാണ്. കാരണം എന്താണ്? നമ്മൾ കാണാത്തത് കണ്ടോണ്ടിരിക്കുകയാണ്. എങ്ങനെ? വിശ്വാസത്താൽ കാണാത്തത്. അതുകൊണ്ട് അപ്പോസ്തലൻ പറയാണ്, ഒരു ഉന്മാദിയെ പോലെ അദ്ദേഹം വിളിച്ചു പറയുന്നു, ഞങ്ങൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. നോട്ട് ബൈ സൈറ്റ് ബട്ട് ബൈ ഫെയ്ത്ത്. ഞങ്ങൾ ജീവിക്കുന്നത് കാഴ്ച കണ്ടിട്ടല്ല. ഇങ്ങനെ കാണാത്ത ഒരു സമയത്ത് കാണാത്തത് വിശ്വാസത്താൽ കണ്ട 2-3 പേരെ ഞാൻ ബൈബിളിൽ നിന്ന് കാണിച്ചു തരാം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് സങ്കീർത്തന പുസ്തകം 11:27, സങ്കീർത്തനങ്ങൾ 11:27. പെട്ടെന്ന് വായിക്കും. സങ്കീർത്തനങ്ങൾ 11:27. എടുത്തോ? സങ്കീർത്തനങ്ങൾ 11:27 വായിക്കാമോ?
സോറി അതായത് ഇത് വായിച്ചോ, 2 കൊരിന്തോസ് 4:16-17 വായിച്ചോ. 2 കൊരിന്തോസ് 4:16-17. 2 കൊരിന്തോസ് 4:16-17. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. വായിക്കാം, ഒന്നുകൂടെ വായിച്ചേ. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിരാശരാകുന്നില്ല. എന്താണ് നിരാശരാകാത്തതിൻ്റെ കാരണം? ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുപമമായ മഹത്വവും. എന്താണ് കാര്യം? ഇങ്ങനെ ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ, ഞങ്ങളുടെ ശരീരം, മനസ്സ് ഒക്കെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുകയാണ്. ഞങ്ങൾ അതുകൊണ്ട് നിരാശരാകുന്നില്ല. ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അനുപമമായ ഇൻകമ്പയറബിൾ ഗ്ലോറിയാണ്, തുലനം ചെയ്യാനാവാത്ത മഹത്വമാണ്. എന്താണ് ഈ വിശ്വാസത്തിന് കാരണം? ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാണുന്നതല്ല, കാണാത്തതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാണുന്നത് നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ക്ലേശങ്ങൾ ക്ഷണികവും നിസാരവുമാണെങ്കിലും ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അനുപമമായ മഹത്വമാണ്. അതുകൊണ്ട് വചനം പറയുകയാണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്? അങ്ങനെ ജീവിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? ഞങ്ങൾ കാണുന്നത്, ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് കാണുന്നതിലല്ല, കാണാത്തതിലാണ്. സങ്കീർത്തനങ്ങൾ 27:13. സങ്കീർത്തനങ്ങൾ 27:13. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് വിശ്വസിക്കുന്നു. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഏതാ ആദ്യം വന്നേ? വിശ്വാസമാണോ കാഴ്ചയാണോ? ഇവിടെ ആദ്യം വന്നത് ഏതാ? വിശ്വാസമാണോ കാഴ്ചയാണോ? വിശ്വാസമാണ്. വിശ്വാസം ഉള്ളത് കൊണ്ട് ദാവീദ് പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ കാണും. എന്ത് കാണും? നന്മ കാണും. എവിടെ? ജീവിക്കുന്നവരുടെ ദേശത്ത്. ജീവിക്കുന്നവരുടെ ദേശത്ത് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നൊരു ജീവിതത്തിൽ, നിത്യമായ ജീവിതത്തിൽ ഒരു നന്മ എനിക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നേ? ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട്. യോഹന്നാൻ 11:39-40. യോഹന്നാൻ 11:39-40 വായിച്ചേ. യോഹന്നാൻ 11:39-40. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. അപ്പൊ ഏതാദ്യം വന്നേ? കാഴ്ചയാണോ വിശ്വാസമാണോ? വിശ്വാസം. വിശ്വസിച്ചാൽ നീ കാണും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. വിശ്വസിച്ചാൽ നീ കാണും. വിശ്വസിച്ചാലേ കാണത്തുള്ളൂ. വിശ്വസിച്ചാൽ നീ കാണും. ഇനി നിങ്ങൾ വായിക്കേണ്ടത് ഹെബ്രായ ലേഖനം 11:27. ഞാൻ സങ്കീർത്തനം ഒന്ന് തെറ്റിച്ച് പറഞ്ഞാണ്. ഹെബ്രായ ലേഖനം 11:27. ഹെബ്രായ ലേഖനം 11:27. രാജകോപം, അതായത് ആരെക്കുറിച്ച് പറയുന്നത് അറിയാം? ഇത് മോശയെക്കുറിച്ചുള്ള വാക്യങ്ങളാണ്. മോശയെക്കുറിച്ച് പറയുമ്പോൾ അതാദ്യം മുതൽ വായിച്ചോ, അന്നേരം മനസ്സിലാവും. വിശ്വാസം മൂലം 23 മുതൽ വായിക്കാമോ? വിശ്വാസം മൂലം മോശയെ അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ 3 മാസത്തേക്ക് ഒളിച്ചു വെച്ചു. എന്തെന്നാൽ കുട്ടി സുന്ദരനാണെന്ന് അവർ കണ്ടു. രാജകൽപ്പനയെ അവർ ഭയപ്പെട്ടില്ല. മോശ വളർന്നു വന്നപ്പോൾ ഫറവോയുടെ മകളുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു. പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിച്ചത്. അടുത്തത് വളരെ ശ്രദ്ധിച്ച് വായിക്കുക. രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്ത് വിട്ടു.
അദൃശ്യനായവനെ കണ്ടാലെന്ന പോലെ അവൻ സഹിച്ചു നിന്നു. മനസ്സിലായോ? വിശ്വസിച്ചത് കൊണ്ട് അവൻ അദൃശ്യനായവനെ കണ്ടു. പിടികിട്ടുന്നോ? കാണാൻ പറ്റാത്തത് ഒരാൾ കാണുന്നത് വിശ്വാസത്താലാണ്. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്ന ആശയം. പിടികിട്ടുന്നുണ്ടോ? കാണാൻ പറ്റാത്തത്, അതായത് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. എന്താ അയാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നത്? എൻ്റെ കൺമുമ്പിൽ ഇനി ഒരു വഴിയും ഇല്ല. എന്നാൽ വിശ്വസിക്കുന്നവൻ എല്ലാ വഴികളും അടഞ്ഞു നിൽക്കുന്ന ഈ പ്രതിസന്ധിയിലും കാണാൻ പറ്റാത്തത് കാണും. പിടികിട്ടുന്നുണ്ടോ? ഇതാണ് നമ്മൾ പറഞ്ഞു വരുന്ന ആശയം. അതായത് കാണാൻ പറ്റാത്തത് കാണും. എങ്ങനെ കാണാൻ പറ്റുന്നത്? വിശ്വാസത്താൽ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളെ, ഇൻവിസിബിളായ കാര്യങ്ങളെ കാണാൻ സഹായിക്കുന്നതാണ് വിശ്വാസം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള മൂന്നാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഈ പറഞ്ഞത് എന്താണ്? കാണാൻ പറ്റാത്തത് നമ്മൾ കണ്ടിട്ടല്ല വിശ്വസിക്കുന്നത്, മറിച്ച് വിശ്വസിക്കുന്നത് കൊണ്ടാണ് കാണാൻ പറ്റാത്തത് നമ്മൾ കാണുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇത് മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? സങ്കീർത്തനങ്ങൾ 27:13 വായിക്കാമോ? സങ്കീർത്തനങ്ങൾ 27:13. ജീവിക്കുന്നവരുടെ ദേശത്ത് കാണാം. അതല്ല നമ്മൾ വായിച്ചല്ലേ? ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എവിടുന്ന വന്നതെന്നറിയാം? ഓർമ്മയുണ്ടോ? ഹെബ്രായർ 11:1. എന്താണത്? വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, കാണപ്പെടാത്തത് ഉണ്ട്. ഇല്ലാത്തതുണ്ടെന്നല്ല, കാണപ്പെടാത്തത് ഉണ്ട്. ഇനി ആദ്യത്തേത് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പ്. വളരെ ശ്രദ്ധിച്ചിരിക്കണം. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചാലേ മനസ്സിലാവത്തുള്ളൂ. നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകണമെങ്കിൽ ശ്രദ്ധിച്ചിരിക്കണം. അതിനാണ് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ തരാൻ പ്രാർത്ഥിച്ചായിരുന്നു വല്ലവരും. അപ്പോൾ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ തരണം. നമുക്ക് ചില കാര്യങ്ങളിൽ വ്യക്തത കിട്ടണം വിശ്വസിക്കുന്നത് കൊണ്ട്. ഇനി വിശ്വാസം എങ്ങനെ കിട്ടും അതെല്ലാം ഞാൻ പിന്നീട് പറയും. ഇപ്പോൾ അതിൻ്റെ ആരംഭ കാര്യങ്ങളിൽ നമ്മൾ നിൽക്കുകയാണ്. വിശ്വസിക്കുന്നത് കൊണ്ട് നമുക്ക് മറ്റു പലർക്കും കാണാൻ പറ്റാത്തത് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കേണ്ടതെന്നറിയാമോ? അസാധാരണമായ ധൈര്യമാണ് ഒരു വിശ്വാസിക്കുണ്ടാവുന്നത്. അത് അയാളുടെ മുമ്പിൽ അയാൾ മനുഷ്യർ നോക്കുമ്പോൾ ഇയാൾ എന്ത് കണ്ടിട്ടാണ് ഇയാൾ ഇത്ര സന്തോഷിക്കുന്നത്, ഇയാൾക്ക് ഇത്ര ധൈര്യമുള്ളത്? ഇയാളുടെ മുമ്പിൽ ഒന്നുമില്ല. പക്ഷേ വിശ്വസിക്കുന്നവന് മറ്റു മനുഷ്യർ കാണുന്നതിനെ കാണാത്തതിനെ കാണാൻ പറ്റും. അത് അയാൾക്ക് അസാധാരണമായ ധൈര്യം കൊടുക്കും. ധൈര്യം, ജീവിക്കാനുള്ള ധൈര്യം കൊടുക്കും. ഭയം പോവും. അപ്പം അതുകൊണ്ട് വിശ്വാസം ആഴപ്പെടണം. കാണപ്പെടാത്തത് ഉണ്ടെന്ന ബോധ്യം. രണ്ടാമത്തേത് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പ്. നമുക്ക് മനസ്സിലാകാത്ത ബൈബിളിലെ സങ്കല്പങ്ങളിൽ ഒന്നാണ് പ്രത്യാശ. അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കണം. പ്രത്യാശ നമുക്ക് മനസ്സിലാവുന്നതാണ്. ക്രിസ്ത്യാനിക്ക് ഇന്ന് പ്രത്യാശ കുറവാണ്. ഉള്ളതെല്ലാം എന്താ? ആശയാണ്. ഇഷ്ടംപോലെ ആശയുണ്ട്. ആശ തീർന്നിട്ട് ഒരു അവസാനമില്ല. ആശയാണ്, മൊത്തം ആശയാണ്. പ്രത്യാശയില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹോപ്പില്ല. ശരിക്കും പറയണം, ഹോപ്പെന്നാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും പറയണം, ഹോപ്പില്ല. പിന്നെ സൂക്ഷിച്ച് പറയണം, അമ്മച്ചിമാരൊക്കെ സൂക്ഷിച്ച് പറയണം. ഹോപ്പില്ല കേട്ടോ. ഈ അച്ഛൻ ചീത്ത പറഞ്ഞൊന്നും പറയില്ല. ഞാൻ പറഞ്ഞത് HOP, ഹോപ്പില്ല. പിന്നെ ഡിസയറേ ഉള്ളൂ. ഡിസയർ, സ്വിഫ്റ്റ് ഡിസയർ അല്ല. ഡിസയർ എന്ന് പറഞ്ഞാൽ ആശ, ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യാശ. ഇഷ്ടംപോലെ ആശയുണ്ട്. എന്താ? കുടിൽ കൊട്ടാരമാവണം, മാരുതി ബെൻസ് ആവണം, പിന്നെ വീട് ഫ്ലാറ്റാവണം, ഫ്ലാറ്റല്ല മറ്റേ ബഹുനില കെട്ടിടം ആവണം, പിന്നെ മക്കൾ കാനഡയിൽ ചെല്ലണം, പിന്നെ അതിനപ്പുറത്ത് വേറെ വല്ല രാജ്യമുണ്ട് അവിടെ പോകണം, പിന്നെ ഡെറാഡൂണിൽ പോകണം. അങ്ങനെയൊക്കെ ഭയങ്കര ആശയാണ്. ആശ അല്ലേ? ആശ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നടുവേദനയ്ക്ക് ഒരു സ്ഥലത്ത് തിരുമാൻ പോയി. നടുവേദനയ്ക്ക് തിരുമാൻ പോയി. കുറഞ്ഞമ്മച്ചി, കുറഞ്ഞ്, സത്യമായിട്ടും കുറഞ്ഞ്. ഇനി കുറഞ്ഞില്ലേലും എന്താ, അമ്മച്ചി ചോദിച്ചല്ലോ, കുറഞ്ഞില്ലേലും കുഴപ്പമില്ല. അപ്പോൾ
തിരുമാൻ പോയപ്പോൾ എന്നെ തിരുമുന്ന ഡോക്ടർ പറഞ്ഞു, ഡോക്ടറാണ്, ഡോക്ടർ പറഞ്ഞു ഒരു ചേച്ചി വന്നായിരുന്നെന്ന് പറഞ്ഞിപ്പം വയസ്സ് 72. ചേച്ചിന്ന് ഞാൻ ചുമ്മാ പറഞ്ഞു, അമ്മച്ചി 72. ഡോക്ടറോട് വന്നിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു, മുഖം തുടുതുടായിരിക്കണം, തൊലി വെളുക്കണം, കണ്ടാൽ ആളറിയാൻ പാടില്ല, എല്ലാവരും ചോദിക്കണം എന്താ ചെയ്തതെന്ന്. അതിന് പറ്റിയ കുഴപ്പമില്ല ഉണ്ടോ എന്ന് ചോദിക്കാനാണ് വന്നത്, മനസ്സിലായോ? അപ്പോൾ എന്നോട് ഈ ഡോക്ടർ പറയാണ്, എൻ്റെ ഫാദറെ, ഫാദർ നടുവേദനയാണല്ലോ, നടുവേദന, എൻ്റെ ഫാദറെ എനിക്ക് ചങ്കുവേദനയാണ്. ഇതൊക്കെ കേട്ടിട്ട് ഡോക്ടർ പറയാണ് എനിക്ക് ചങ്കുവേദനയാണ്. എന്താ കാര്യം? എനിക്ക് തുടുക്കണം. വയസ്സ് ആശയ്ക്ക് ഒരു കുറവുമില്ല. പറഞ്ഞ ഹല്ലേലൂയ. ആശയ്ക്ക് യാതൊരു കുറവുമില്ല. മനസ്സിലായോ? കരിക്കട്ട പോലെ ഇരിക്കുന്നത്, എന്നാൽ എന്താണ് അത് പോരെ, അത് പോരെ. പറഞ്ഞ ഹല്ലേലൂയ. അത് മതിയെന്ന്, ദൈവം തന്ന കളർ അതാണ്. ഇനി മാത്രമല്ല കറുപ്പിന് ബാക്കി 93 വെളുപ്പിനാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അത് പോട്ടെ, നമ്മുടെ ബോഡി ഷേമിങ് പാടില്ലെന്നാണ്. പറഞ്ഞ ഹല്ലേലൂയ. പോട്ടെ പറഞ്ഞെല്ലാം തൂത്ത് കളഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ആശ തീർന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ശനിയാഴ്ച ദിവസം പിന്നെ ധ്യാനത്തിന് കണ്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, നീ എവിടെ പോയിരുന്നു? നിന്നെ കണ്ടില്ലല്ലോ. അയ്യോ എൻ്റെ അച്ഛാ, ഞാൻ അച്ഛന് മറ്റേ ആൻറ്റി അറിയാവോ? അറിയാം. ഒരു ആൻറ്റി അറിയാമോ? അറിയാം. ആൻറ്റിയും കൊണ്ട് ഒരു സ്ഥലത്ത് വരെ പോകാമെന്ന് ഞാൻ ഏറ്റിരുന്നു, അതുകൊണ്ട് ആൻറ്റിയും കൊണ്ട് പോയതാണ്. ഞാൻ ചോദിച്ചു, എവിടെ പോയതാ? ആ ചങ്ങനാശ്ശേരിക്ക് അപ്പുറത്ത് ഒരു അച്ഛനെ കാണാൻ പോയെന്ന് പറഞ്ഞു. ഏതച്ഛൻ? ഒരച്ഛൻ്റെ പേര് പറഞ്ഞു. പ്രായമുള്ള അച്ഛനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ കാര്യം? ചേച്ചിയുടെ അമ്മാവനോ അങ്കിളോ മാമനോ വല്ലതും ആണോ? ആരാ ഇത്? അതൊന്നുമല്ല, ആ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ സംഭവമൊക്കെ നടക്കും. അച്ഛനെ. അപ്പം ഞാൻ പറഞ്ഞു, എന്നാ അമ്മച്ചിക്ക് എന്നാ വലിയ പ്രയാസമുണ്ടോ? എനിക്ക് വലിയ പ്രയാസമുള്ളതായിട്ടും തോന്നുന്നില്ലല്ലോ, എന്താ കാര്യം? അപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛാ ഒന്നും പറയണ്ട, എന്താണ്ട് ഒരു ലോട്ടറി എങ്ങാണ്ട് എടുത്തിട്ടുണ്ട് ഈ ഗൾഫിൽ നിന്നെങ്ങാണ്ട്, അത് അടിക്കാൻ ആ അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ പോയാന്ന് പറഞ്ഞു. മറ്റേ ലോട്ടറി. ഈ അമ്മച്ചി എനിക്കറിയാവുന്ന, ഈ പോയ അമ്മച്ചി എനിക്കറിയാവുന്ന. മെത്ത അതിനകത്തെ പഞ്ഞിയെല്ലാം ഇളക്കി കളഞ്ഞിട്ട് കാശ് നിറച്ചിട്ട് അതിൻ്റെ മേളിൽ കിടക്കാൻ അമ്മച്ചിയാണ്. മനസ്സിലായോ? അതായത് കാശ് വെക്കാൻ സ്ഥലമില്ല, എന്നിട്ട് മെത്തക്കകത്തെ പഞ്ഞിയെല്ലാം കളഞ്ഞിട്ട് അതിനകത്ത് വെച്ചിട്ട് അത്രയും കാശുള്ള അമ്മച്ചിയാണ്. പോയിരിക്കുകയാണ്. എന്തിന്? അച്ഛനെ കൊണ്ട് സൂത്രം വെപ്പിക്കാൻ. എന്ത്? ലോട്ടറി അടിക്കാൻ. ഉണ്ടാക്കിയ കഥയല്ല. ആശയ്ക്ക് ഒരു കുറവുമില്ല. പറഞ്ഞ ഹല്ലേലൂയ. ആശയ്ക്ക് യാതൊരു കുറവില്ല. പ്രത്യാശ അതല്ലത്, പ്രത്യാശ. 2-3 വചനങ്ങൾ വായിക്കുമ്പോൾ പ്രത്യാശ എന്താണെന്ന് മനസ്സിലാവും. റോമാലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം. പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പ്. ഇത് മനസ്സിലാക്കണം കേട്ടോ, വളരെ വളരെ ആഴമുള്ളൊരു കാര്യമാണിത്. ഈ വചനങ്ങൾ വായിച്ചിട്ട് ഞാൻ വിശദീകരിക്കാം. റോമർ 5:2 വേഗം വായിക്ക്. 5:1 മുതൽ വായിച്ചേ. ആകയാൽ ഇപ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവുമായി യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നാം അഭിമാനിക്കുന്നു. പ്രത്യാശ ലോട്ടറി അടിക്കുന്ന കാര്യമല്ല, ചുമന്നു തുടുക്കുന്ന കാര്യമല്ല, മറിച്ച് ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നാം അഭിമാനിക്കുന്നു. പ്രത്യാശ. അടുത്ത വാക്യം റോമർ 8:23-24. റോമർ 8:23-24 വായിക്കാം. സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദിഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. ശ്രദ്ധിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ്. അപ്പോസ്തലൻ പറയുകയാണ്, ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ ദൈവമക്കളും മഹത്വപ്പെടാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു.
അങ്ങനെ പ്രപഞ്ചം മുഴുവൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. നമ്മുടെ ഈ മാവും പ്ലാവും പശുവും ആടും എല്ലാം ദൈവമക്കളും നമ്മൾ നന്നാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം നമ്മൾ നന്നായിട്ട് വേണം അവർ മഹത്വപ്പെടാൻ വേണ്ടി. ഭൂമി വീണ്ടെടുക്കപ്പെടണമെങ്കിൽ മനുഷ്യൻ വീണ്ടെടുക്കപ്പെടണം. അതാണ് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ പ്രോസസ്സ്. അപ്പം അതുകൊണ്ട് ദൈവമക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി സൃഷ്ടപ്രപഞ്ചം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, സൃഷ്ടപ്രപഞ്ചം മാത്രമല്ല, സൃഷ്ടി മാത്രമല്ല, അടുത്ത വാക്യം വായിക്കേ, സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദിഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട്, അതായത് നമ്മുടെ ആത്മാവ് മാമോദീസായിലൂടെ നീതീകരിക്കപ്പെട്ടു, രക്ഷയിലേക്ക് നാം പൊക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ മനസ്സും ശരീരവും വീണ്ടെടുക്കപ്പെടാനുണ്ട്. ശരീരം ഇപ്പോഴും പഴയത് തന്നെയാണ്, ശരീരത്തിന് ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ശരീരങ്ങൾ വീണ്ടെടുക്കപ്പെടാനുണ്ട്, അല്ലേ? ശരിയല്ലേ പറയുന്നത്? ഇപ്പോഴും ഈ ശരീരത്തിൽ കോപമുണ്ട്, ഇപ്പോഴും ഈ ശരീരത്തിൽ അരിശമുണ്ട്, അസൂയുണ്ട്, ദ്രവ്യാഗ്രഹമുണ്ട്, ആസക്തിയുണ്ട്, അശുദ്ധിയുണ്ട്, തിന്മയുണ്ട്, അസൂയുണ്ട്, ശരീരത്തിലുണ്ടോ? ആത്മാവ് മാമോദീസ വഴി നീതീകരിക്കപ്പെട്ടെങ്കിലും ശരീരത്തിൽ ഇപ്പോഴും തിന്മയുണ്ടോ? അപ്പൊ ആത്മാവ് കടന്ന് കരയുകയാണ്. എന്തിനാ കരയുന്നത്? ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധിയുടെ പൂർണ്ണത പ്രതീക്ഷിച്ചുകൊണ്ട് ആത്മാവ് കടന്ന് ആന്തരികമായിട്ട് വിലപിക്കുകയാണ്. ആത്മാവ് കടന്ന് ആഗ്രഹിക്കുകയാണ്. ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ പ്രത്യാശയിലാണ് നാം രക്ഷ തീത്തോസ് 2:13 വേഗം വായിക്കേ. തീത്തോസ് 2:13. തീത്തോസ് 2:13 കിട്ടുന്നവരങ്ങ് വായിച്ചോ. അതേസമയം ദൈവത്തിൻ്റെയും രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മഹോന്നതനായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു. റോമർ 15:13 വായിക്കേ, പെട്ടെന്ന് വായിക്കേ, 2 വചനം കൂടെ വായിക്കേ. റോമർ 15:13 പ്രത്യാശ. റോമർ 10 വായിച്ചോ. പ്രത്യാശയുടെ ദൈവം നിങ്ങളെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ. പ്രത്യാശയുടെ ദൈവം. ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ അടുത്ത കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 1 പത്രോസ് 1:3 1 പത്രോസ് 1:3 1 പത്രോസ് 1 Peter chapter 1:3 1 പത്രോസ് 1:3 വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. 4 അവിടുന്ന് തൻ്റെ കാരുണ്യാതിരേകത്താൽ യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കും. ഇതെല്ലാം അത് മനസ്സിലായി. ഈ വാക്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കേ, ഈ വാക്യങ്ങളിലെല്ലാം പ്രത്യാശ എന്ന് പറയുന്നത് യേശുവിൽ നിന്ന്, പിതാവിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന് നാം സ്വീകരിക്കുന്ന രക്ഷയെ സംബന്ധിക്കുന്ന പ്രത്യാശയാണ്. അതാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യാശ എപ്പോഴും ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ളതാണ്, അല്ല ലോട്ടറി അടിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ളതല്ല. ഇനി ഭൗതിക കാര്യങ്ങളെക്കുറിച്ചും മനുഷ്യന് പ്രത്യാശ ഉണ്ടാവാം, അതിനകത്ത് തെറ്റൊന്നുമില്ല. എന്താ? എൻ്റെ മക്കളെ ദൈവം നല്ല നിലയിൽ എത്തിക്കും, ഒരു പ്രത്യാശയല്ലേ ഇത്? എത്തിക്കും. ദൈവം എന്നെ കൈവിട്ട് കളയത്തില്ല, ഒരു പ്രത്യാശയാണത്, ഒരു പ്രത്യാശയാണത്. എന്നെ കാത്തു പരിപാലിക്കാൻ എൻ്റെ കർത്താവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും, ഒരു പ്രത്യാശയാണത്. തെറ്റൊന്നുമില്ല അതിനകത്ത്. പ്രധാനമായും പ്രത്യാശ എന്ന് പറയുന്നത് നമുക്ക് വരാൻ പോകുന്ന മഹത്വത്തെക്കുറിച്ചാണ്. നമുക്ക് യേശുവിലൂടെ വരാൻ പോകുന്ന മഹത്വം. സമയമില്ലാത്തതുകൊണ്ട് അതിന് കടക്കുന്നില്ല, സൂചിപ്പിക്കുകയാണ്. എന്നാൽ നമുക്ക് നമ്മുടെ ഈ ലോക ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ചും പ്രത്യാശ ഉണ്ടാവാം. മനസ്സിലാവുന്നുണ്ടോ? പ്രത്യാശ ഉണ്ടാവാം. ഇപ്പം ഞങ്ങൾ സുവിശേഷകരെന്ന നിലയിൽ ഞങ്ങൾ ഇങ്ങനെ ലോകം ചുറ്റി നടക്കുമ്പോൾ, അങ്ങനെ നടക്കുന്ന സമയത്ത് എന്താണ് ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. എന്താ പ്രത്യാശ? ഞങ്ങൾ ഈ അലയുന്നതൊക്കെ കർത്താവ് കാണുന്നുണ്ട്, ദൈവത്തിന് അത് സന്തോഷമാണ്, ദൈവം അതുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കും, കർത്താവ് ഞങ്ങളെ സഹായിക്കും, കർത്താവ് ഞങ്ങളെ ആപത്തുകളിൽ നിന്ന് വിടുവിക്കും.
മനസ്സിലായോ? ഒരു പ്രത്യാശയാണ്, ഭൗതിക കാര്യമാണല്ല. ഈ പറഞ്ഞെല്ലാം ഭൗതിക കാര്യമാണ്, അതൊരു പ്രത്യാശയാണത്. ഇനിയാണ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രത്യാശ എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സിലാണ്. ശ്രദ്ധിക്കുക, മനസ്സിലാണ് പ്രത്യാശ. വിശ്വാസം എന്ന് പറയുന്നത് ഒരാളുടെ ഹൃദയത്തിലാണ്. ഈ വ്യത്യാസം മനസ്സിലായാൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഈ വ്യത്യാസം പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കണം. പ്രത്യാശ എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സിലാണ്, വിശ്വാസം എന്ന് പറയുന്നത് ഒരാളുടെ ഹൃദയത്തിലാണ്. നമുക്ക് വിശ്വാസമുണ്ട് എന്ന് നാം പറയുന്നതിനെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയത് പ്രത്യാശയുണ്ട് എന്ന് പറയുന്നതിനെയാണ്. പ്രത്യാശയാണ് ഉള്ളത്, വിശ്വാസം അല്ല. ശ്രദ്ധിച്ചിരിക്കുക, എന്നാലും ശ്രദ്ധിച്ചാലും മനസ്സിലാവും. നമുക്ക് വിശ്വാസമാണ്, പ്രത്യാശയാണ് ഉള്ളത്. എന്താ? സഹായിക്കും, ശരിയാവും, നന്നാവും. വിശ്വാസം അല്ല. പ്രത്യാശ കിടക്കുന്ന എവിടാണ്? മനസ്സിലാണ്. മനസ്സിലാണ് പ്രത്യാശ. പ്രത്യാശ എന്താണ്? പ്രത്യാശ എന്ന് പറഞ്ഞാൽ, പ്രത്യാശ എന്ന് പറഞ്ഞാൽ നിരന്തരമായും തുടർച്ചയായും ദൈവത്തിൽ നിന്ന് എനിക്ക് നന്മ കൈവരും. നിരന്തരമായും സ്റ്റഡി ആൻഡ് കണ്ടിന്യൂസ് ഗുഡ് കമ്മിങ് ഫ്രം ഗോഡ് ഒരാൾ പ്രതീക്ഷിക്കുന്നതാണ്. ഒരാൾക്ക് നിരന്തരമായും തുടർച്ചയായും ദൈവത്തിൽ നിന്ന് നന്മ വരും. അത് ഭൗതികമോ ആത്മീയമായ നന്മ വരുമെന്ന ഒരാളുടെ പ്രതീക്ഷയാണ് പ്രത്യാശ. അത് അയാളുടെ മനസ്സിലാണ്. ഈ മനസ്സിൽ കിടക്കുന്ന ആ പ്രതീക്ഷയാണ് നമ്മൾ വിശ്വാസമായിട്ട് തെറ്റിദ്ധരിച്ചത്. എന്നാൽ അതല്ല വിശ്വാസം. ഞാൻ വളരെ ശ്രദ്ധിക്കണം നിങ്ങളിത്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇനി നിങ്ങൾ എവിടേക്കും നോക്കണ്ട, എന്നെ മാത്രം നോക്കുക, വേറെ എവിടേക്കും നോക്കണ്ട, ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക. എബ്രായർ 11:1 പറഞ്ഞു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പ്. പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പ്. ആ ഉറപ്പാണ് എന്ത്? വിശ്വാസം. പ്രത്യാശിക്കുന്നത് ലഭിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഉറപ്പുള്ളത് കൊണ്ടാണ്. ഉറപ്പ് ഹൃദയത്തിൽ കിടക്കുന്നോണ്ടാണ് തലയിലുള്ള പ്രത്യാശ നടക്കുന്നത്. തലേ പ്രത്യാശ മാത്രം ഇരുന്നാൽ ഒന്നും നടക്കാൻ പോണില്ല. അതിനടിയിൽ ഹൃദയത്തിൽ ഉറപ്പുണ്ടാവണം. ഉറപ്പ് മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് ഓക്കെ, മനസ്സിലാക്കി തരാം, ശ്രദ്ധിക്കും. നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയി 10 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു. നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്, മനസ്സിലാവാൻ വേണ്ടി പറയുന്നത്, ഇപ്പൊ 10 ലക്ഷം രൂപ കിട്ടും. പ്രത്യാശയാണത്. ഈ ചെക്ക് കൊടുക്കുമ്പോൾ 10 ലക്ഷം രൂപ കിട്ടും. 10 ലക്ഷം കിട്ടും എന്നതിൻ്റെ ഉറപ്പെന്താ? നിങ്ങൾ 10 ലക്ഷം ഇട്ടിട്ടുണ്ട് എന്നതാണ് ഉറപ്പ്. ചെക്ക് കൊടുക്കുമ്പോൾ ഇത് കിട്ടണമെങ്കിൽ ഇട്ടിട്ടുണ്ടായിരിക്കണം. ഇവിടെ ഇട്ടുന്നുണ്ടോ? 10 ലക്ഷം ഇടാത്തവൻ പോയിട്ട് 10 ലക്ഷത്തിന് ചെക്ക് കൊടുത്തിട്ട് ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞിരിക്കത്തേ ഉള്ളൂ, കിട്ടത്തില്ല. ഒരുപാട് പേർക്ക് ഒന്നും കിട്ടാത്തത് എന്താ കാര്യം എന്നറിയാമോ? പ്രത്യാശ മാത്രമേ ഉള്ളൂ, ഉറപ്പില്ല, വിശ്വാസമില്ല. ഉറപ്പില്ല. ഉറപ്പെവിടാ? തലയിലല്ല. ആ ഉറപ്പ് ചങ്കിലാണ് ഉറപ്പ്. മനസ്സിലായോ? ചോദിക്കുമ്പോ ഇത് കിട്ടും. കാരണം കിട്ടുമെന്നൊരുറപ്പ് അവനെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ ഉണ്ട്, അതുകൊണ്ട് കിട്ടും. മനസ്സിലായോ എന്ന് അറിഞ്ഞൂടാ? മനസ്സിലായോ? അപ്പൊ വിശ്വാസം ഉണ്ടെങ്കിൽ പ്രത്യാശ പ്രവർത്തിക്കൂ. വിശ്വാസം ഇല്ലെങ്കിൽ പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പാണ് വിശ്വാസം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. എപ്പോഴും ശ്രദ്ധിച്ചോണം, വിശ്വാസം കിടക്കുന്നത് ഹൃദയത്തിലാണ്. റോമർ 10:10. റോമർ 10:10 പെട്ടെന്ന് വായിക്കുക. റോമർ 10:10. എന്തുകൊണ്ടെന്നാൽ
മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും. അപ്പൊ മോനെ എന്താ വായിച്ചേ? മനുഷ്യൻ എവിടെ കൊണ്ട് വിശ്വസിക്കുന്നു? തല കൊണ്ടെന്നാണോ? ഹൃദയം കൊണ്ട്. മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം. അപ്പൊ വിശ്വസിക്കുന്ന എവിടെ കൊണ്ടാണ്? ഹൃദയം കൊണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിക്കുന്നത് ഹൃദയം കൊണ്ടാണ്. ഹൃദയം കൊണ്ട്. 1 തെസ്സലോനിക്കർ 5:8. 1 തെസ്സലോനിക്കർ 5:8. അതെല്ലാവരും ഒന്ന് എടുത്ത് വായിക്കുന്ന നല്ലതാ. 1 തെസ്സലോനിക്കർ 5:8. പകലിൻ്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തുപ്പിയും ധരിച്ച് സുബോധമുള്ളവരായി. സാവകാശം മനസ്സിലാക്കണം, ധൃതി പിടിക്കരുത്. സാവകാശം ഓരോ വാക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. പകലിൻ്റെ മക്കളായി നമുക്ക്, നമ്മൾ അപ്പോസ്തലൻ പറയുകയാണ്, നമ്മൾ ഒരു കാര്യം ചെയ്യണം. നമ്മൾ പകലിൻ്റെ മക്കളാണ്. നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം? എന്ത് ചെയ്യണം? വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചം. ഇങ്ങോട്ട് നോക്ക്. കവചം എന്ന് പറഞ്ഞാൽ എന്താ? ബ്രസ്റ്റ് പ്ലേസ് എന്നാണ് ഇംഗ്ലീഷ്. ബ്രസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ അതെവിടെ ഇടുന്ന? കവചം. കവചം ഇതാ, ഹൃദയഭാഗത്തെ കവർ ചെയ്യുന്ന സംരക്ഷണ ആയുധത്തിന്റെ പേരാണ് കവചം. ബ്രസ്റ്റ് പ്ലേസ്, കവചം. മാർച്ചട്ട. വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചം. മനസ്സിലായോ? വിശ്വാസത്തിൻ്റെയും അപ്പൊ അത് ഏത് ഭാഗത്താണ് പറഞ്ഞേക്കുന്നത്? അത് ഹൃദയം ഇരിക്കുന്ന ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം എവിടാ? അത് ഹൃദയം ഇരിക്കുന്നത്. വിശ്വാസവും സ്നേഹവും വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാർച്ചട്ട. പ്രത്യാശയുടെയോ? അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രത്യാശയുടെ പടത്തൊപ്പി. അതെവിടാ വെക്കുന്നേ? അതാ ഞാൻ പറഞ്ഞേ. പ്രത്യാശ എവിടാ? തലയിലാ. പ്രത്യാശ തലയിലാണ്, പടത്തൊപ്പി ഹെൽമറ്റ്. വിശ്വാസം ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലേ തലകൊണ്ട് പ്രത്യാശിക്കുന്നത് കിട്ടൂ. വിശ്വാസത്തിൽ നിന്നാണ് പ്രത്യാശ ഫലമണിയാൻ പോകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ യഥാർത്ഥ പ്രശ്നത്തിൽ ഡയഗ്നോസ് ചെയ്ത് കണ്ടെത്തുകയാണ്. യഥാർത്ഥ പ്രശ്നം എന്താണ്? ഒത്തിരി പേർക്ക് എന്താണെന്നറിയാം, ഒരുപാട് നല്ല 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 ഉറപ്പുകളുണ്ട്, ഒന്നും നടക്കാൻ പോകുന്നില്ല. നല്ല 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 പോസിറ്റീവ് തിങ്കിങ്, വിഷ്ഫുൾ തിങ്കിങ്, നല്ല കാര്യം, നല്ല കാര്യം, അത് നടക്കും, ഇത് നടക്കും, ഞാൻ അവിടെ പോകും, ഇവിടെ പോകും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ. ഒന്നും നടക്കാൻ പോകുന്നില്ല. നടക്കും. ഹൃദയത്തിനകത്ത് വിശ്വാസമുണ്ടാകുമ്പോൾ, വിശ്വാസം എന്ന ഹൃദയത്തിലെ ഉറപ്പാണ് പ്രത്യാശയെ ഫലമണിയിക്കാൻ പോകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അപ്പോൾ ഞാൻ പറഞ്ഞു, വിശ്വാസം ഹൃദയത്തിലാണ്, പ്രത്യാശ എവിടാണ്? തലയിലാണ്. ഇനി ഒരു വ്യത്യാസം കൂടെ ഉണ്ട് വിശ്വാസം പ്രത്യാശയും തമ്മിൽ. വിശ്വാസം പ്രസൻ്റാണ്, പ്രത്യാശ ഫ്യൂച്ചറാണ്. വിശ്വാസം ഇപ്പോൾ ഉള്ളതാണ്, പ്രത്യാശ വരാൻ പോകുന്നതാണ്, വരാൻ പോകുന്നതിനെ കുറിച്ചാണ്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നാളെ വിശ്വസിക്കാന്നല്ല, ഇപ്പം വിശ്വസിക്കാന്നാണ്. പ്രത്യാശിക്കുക എന്ന് പറഞ്ഞാൽ ഇനി കിട്ടും എന്നുള്ളതാണ്. കിട്ടും, അത് ഫ്യൂച്ചറാണ്. ഉദാഹരണത്തിന് വിശ്വാസം ഇപ്പോൾ ഉള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 14:9. പൗലോസ് ശ്ലീഹ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14:9. പൗലോസ് അപ്പസ്തോലൻ ലിസ്ത്രായിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 14:8 വായിക്കാം. കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ ലിസ്ത്രായിൽ ഉണ്ടായിരുന്നു. ജന്മനാ മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട്, സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. ആ വിശ്വാസം അവൻ ഉണ്ടെന്ന് കണ്ട് പൗലോസ് പറഞ്ഞു, എഴുന്നേൽക്കണം പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് വിശ്വാസം അപ്പോൾ ഉള്ളതാണ്. അപ്പോൾ ഇത് സംഭവിക്കാൻ പോണത് ചിലപ്പോൾ നാളെ മറ്റന്നാളോ ആവാം. പക്ഷെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിശ്വസിക്കുക എന്നാണ്. ഇപ്പോൾ അത് ഉറപ്പാണ്. ആ ആൾക്ക് അത് ഉറപ്പാണ്. മർക്കോസ് 11:24. പെട്ടെന്ന് നിർത്താം.
മർക്കോസ് 11:24. മർക്കോസ് 11:24 വേഗം വായിക്കേ. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. കിട്ടുന്നത് നാളെ മറ്റന്നാളോ ആവാം, കിട്ടുന്ന അടുത്ത ആഴ്ചയാവാം. വിശ്വസിക്കുന്ന എപ്പോഴാ? ഇപ്പം പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, അപ്പം നിങ്ങൾക്കത് കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ ശ്രമിച്ചത് തീർന്നിട്ടില്ല, 2 ദിവസമായുള്ളൂ. 3, 4, 5 ഈ ദിവസം കൊണ്ട് വിശ്വാസത്തിൻ്റെ വിവിധ മേഖലകൾ നമ്മൾ കവർ ചെയ്യും. ഇതിൻ്റെ റിസൾട്ട് എന്താണ്? വിശ്വാസം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യം നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ചർച്ച ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് വചനത്തിൽ നിന്ന് വ്യക്തത കിട്ടി പോകുമ്പോൾ വിശ്വാസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം എന്താണ്? റോമർ 10:17 വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസം ദൈവം തരും, ദാനമായിട്ട് തരും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ്, എന്താണ്? നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ വിവിധ തലങ്ങൾ ഞാൻ ഇന്ന് സൂചിപ്പിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഗൗരവതരമായൊരു പഠനത്തിനെ വരാവൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിരാശ വരും. ഒരു പഠിക്കാൻ വരണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം, മനസ്സിലായി. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ലേ? കുറേ ഇങ്ങനെ അത് ദൈവം അത് തരും ഇത് തരും ഇത് തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടക്കാൻ പോണില്ല. ആദ്യം അത് ഉറപ്പ് വേണം. അത് ഹൃദയത്തിലെ വിശ്വാസം. ഹൃദയത്തിൽ എങ്ങനെ വിശ്വാസം ഉണ്ടാവും അതൊക്കെ ഞാൻ പറയാൻ പിന്നീട്. എങ്ങനെയാണ് വിശ്വാസം രൂപപ്പെടുന്നത്, എങ്ങനെയാണ് വിശ്വാസം വളരുന്നത്, എങ്ങനെയാണ് നമുക്ക് വലിയ വിശ്വാസികളായിട്ട് മാറാൻ പറ്റുന്നത്. നമ്മളൊന്നും അടയിരിക്കേണ്ട കാര്യമില്ല. ദൈവം എല്ലാം തരും, എല്ലാം തരും. വേണ്ടതൊക്കെ തരാൻ കഴിവുറ്റവനാണ് ദൈവം. ഭൗതിക കാര്യങ്ങളെക്കുറിച്ചൊന്നും ആകുലപ്പെടണ്ട. എല്ലാത്തിനും ദൈവത്തിന് സമാധാനവും തീർപ്പും ഉണ്ട്. കാരണം ധ്യാനകേന്ദ്രത്തിലെ ആളുകൾ വരുമ്പോൾ ഉണ്ടല്ലോ, സെക്കൻഡ് സാറ്റർഡേ ഒക്കെ വന്നിട്ട് ഇങ്ങനെ പേപ്പറിനകത്ത് എഴുതിക്കൊണ്ട് വന്ന് ഇങ്ങനെ നിൽക്കും. പലതവണ വന്ന് പലരും പറഞ്ഞിട്ടുണ്ട് 75 ലക്ഷം രൂപയുടെ 1 കോടി രൂപയുടെ. ബാംഗ്ലൂരിൽ നിന്നൊരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് 40 കോടി രൂപയുടെ കടം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് നിൽക്കും. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് വന്ന് നിൽക്കുമ്പോൾ പറയും, അവിടെ കൊണ്ടുവരും, ഒരു പൊതി കൊണ്ടുവരും. പൊതി കൊണ്ടെന്ന് പറയും, അച്ഛാ ദശാംശം. എന്താ കാര്യം? മറ്റേ കോടിയുടെ കണ്ടെന്ന് പറഞ്ഞില്ലേ, അത് വീടി. അപ്പോൾ അത് ദശാംശം. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് അതൊക്കെ തരാൻ പറ്റും. ഭാരപ്പെടരുത് ദൈവത്തിന്. അപ്പം ഇത്രയേ ഉള്ളൂ. കർത്താവിൻ്റെ പ്രവൃത്തികൾ നടക്കുമെന്ന് വെറുതെ ഇങ്ങനെ വിചാരിക്കുന്നതല്ല, ഹൃദയത്തിൽ ഉറപ്പ് വേണം. അതുകൊണ്ട് നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണ്ടേ? കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. 2 വചനങ്ങൾ ഓർത്തോ. ലൂക്ക 17:5, മർക്കോസ് 12:14. ലൂക്ക 17:5, മർക്കോസ് 12:14. അപ്പോസ്തലന്മാർ കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. കുട്ടിയുടെ പിതാവ് വിളിച്ച് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. മർക്കോസ് 12:14, ലൂക്ക 17:5. എഴുന്നേറ്റ് നിൽക്കാവോ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാൻ. ദൈവമേ, ഞങ്ങൾക്ക് എന്ത് തരണം? ഉറപ്പ്. ഭയങ്കര ഒരു ഉറപ്പ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ ദൈവം എന്താണ്? നമ്മൾ ദൈവത്തെക്കുറിച്ച് എന്ത് വിശ്വസിക്കാനാണ് ഞാൻ പറഞ്ഞേ? ദൈവം ആരാണ്? ദൈവം നല്ലവനാണ്. ദൈവം നല്ലവനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് ബോധ്യങ്ങളാവണം. ബോധ്യമായാലുണ്ടല്ലോ പിന്നെ നമ്മൾ ആഗ്രഹിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നതൊക്കെ ദൈവം നടത്തിത്തരും. കാരണം കർത്താവിന് അതൊക്കെ നിസ്സാര കാര്യമാണ്. ഇതൊന്നും വലിയ കോംപ്ലിക്കേറ്റഡായ കാര്യങ്ങളല്ല. കർത്താവിനെ സംബന്ധിച്ച് അത് വലിയ സങ്കീർണമായ വിഷയങ്ങളല്ല. മറിച്ച് ദൈവം എല്ലാം നടത്തിത്തരും.